ഹായ് എവ്രി വൺ. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ 2 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരുന്നു, കോൺട്രാക്ട് കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. സോ കുറച്ച് ഡിലേ വന്നു, ഒരു 2 to 3 ഡേയ്സിൻ്റെ ഒരു ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് മെസ്സേജ് ചെയ്തിരുന്നു. അതായത് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. ഞാൻ 2 തവണ റെക്കോർഡ് ചെയ്തിരുന്നു, പക്ഷേ അപ്ലോഡിങ് കറക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെയോ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതെല്ലാം മാക്സിമം സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്ലാസ്സസ് ഉണ്ടാവും കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇതുപോലെ മുന്നൊരു തവണ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പർട്ടിക്കുലർ ലിമിറ്റിന് അപ്പുറത്ത് നമ്മൾ ക്ലാസ്സസ് ഇങ്ങനെ ഡെയിലി, അപ്പോൾ ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പിന് കൊടുക്കുന്നുണ്ട്, സെക്കൻഡ് ഗ്രൂപ്പിന്, അങ്ങനെ ബോത്ത് ഗ്രൂപ്പിന്. അപ്പോൾ അങ്ങനെ ക്ലാസ്സസ് ഒരുപാടാവുന്നത് കൊണ്ടാണ് ഒരു ലിമിറ്റിനപ്പുറത്ത് ഡെയിലി ഒരു 2 to 3 ക്ലാസ്സസ് ഒക്കെ ഡെയിലി ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ആയതാണോ എന്നറിയില്ല. സോ അങ്ങനെ ടെക്നിക്കലി ആയിട്ട് കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നത് കൊണ്ട് മാക്സിമം ട്രൈ ചെയ്തിരുന്നു ഞാൻ. നോട്ട്സൊക്കെ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം തന്നെ നോട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ക്ലാസ്സസ് അതുപോലെ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. സോ അതെല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ ഡിലേ വന്നിട്ടുണ്ട്. മാക്സിമം നമുക്ക് എത്രയും പെട്ടെന്ന് ക്ലാസ്സുകൾ തീർക്കണമെങ്കിൽ റിവിഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം ക്ലാസ്സസ് സ്പീഡിന് തന്നെ ഇടും. നാളെ മുതൽ നമുക്ക് എങ്ങനെയാണ് റിവിഷൻ എന്നുള്ളത്, അക്കൗണ്ട്സും കൂടി നമ്മൾ അക്കൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. സോ അതിൻ്റെ റിവിഷൻ കാര്യങ്ങളും കൂടി നാളെ മുതൽ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലേക്ക് വരുമ്പോൾ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 നമ്മുടെ തിയറി കാര്യങ്ങളൊക്കെ, ഈ ഒരു ചാപ്റ്ററിൽ വേണ്ട തിയറി കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു. ദെൻ MCQs, പ്രീവിയസ് ഇയർ ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ദെൻ ഇൻട്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയയാണ് കോസ്റ്റ് ഷീറ്റ്. എല്ലാ എക്സാമിനും 7 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നൊരു ഏരിയയാണ്. ഐ തിങ്ക് എപ്പോഴും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. നമ്മുടെ ഡിസ്ക്രിപ്റ്റീവിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും കോസ്റ്റ് ഷീറ്റ് ചോദിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്, വളരെ സിമ്പിളുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചാപ്റ്റർ നന്നായിട്ട് നോക്കുക. ഇതിലങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അതായത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തൊന്ന് ഫെമിലിയർ ആയിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളാണിത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് കറക്റ്റ് അതേപോലെ നിങ്ങൾ നോക്കുക, അതേപോലെ ആ മെത്തേഡ്സ് കറക്റ്റ് അതേപോലെ ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ഓക്കെ, കാൽക്കുലേഷൻസ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. ഇവിടെ കുറച്ചധികം കാൽക്കുലേഷൻ വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിച്ച് വേണം ഈ ക്ലാസ് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുക, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നാളെ മുതൽ നമുക്ക് എങ്ങനെയാണ് കോസ്റ്റിങ്ങിൻ്റെ കൂടെ, ഇനിയിപ്പോൾ നാളെ മുതൽ ഇനി നമുക്ക് എനിക്ക് കോസ്റ്റിങ്ങിൽ ഇനി റിമൈനിങ് 7 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ 7 ചാപ്റ്റേഴ്സിനോടൊപ്പം നമ്മൾ അക്കൗണ്ട്സും കൂടി പഠിച്ചിട്ടേ കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ പുറകിലോട്ടായി പോവും. അക്കൗണ്ട്സ് മറന്നു പോകും. അക്കൗണ്ട്സ് നമ്മൾ ഓൾറെഡി തീർത്തതാണ്, അപ്പോൾ അത് മറന്നു പോകും. അതിലും 11 ചാപ്റ്റേഴ്സ് ഉണ്ട്, അപ്പോൾ അത് മറന്നു പോയാൽ പറ്റത്തില്ല. സോ അതുകൊണ്ട് നാളെ മുതലുള്ള ഇതിൽ ഒപ്പം നിങ്ങൾക്ക് റിവിഷനും ഉണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി ടൈം നിങ്ങൾ അലോട്ട് ചെയ്യുക പഠിക്കാനായിട്ട്. ഇതുവരെ ഉണ്ടായിരുന്ന പോലെ അല്ലാണ്ട് കുറച്ചും കൂടി ടൈം നിങ്ങൾ അലോട്ട് ചെയ്യാൻ ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് മാത്രം എഴുതുന്നവരാണെങ്കിൽ എപ്പോഴും നിങ്ങളൊരു 6 to 7 hours കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇനി മുതൽ അതൊന്ന് 7 to 8 നിങ്ങളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. കാരണം ഇപ്പോൾ കുറച്ചായി, ഇപ്പോൾ നിങ്ങൾ ആ ഒരു ട്രാക്കിലേക്ക് എത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു 7 to 8 hours നിങ്ങൾ എന്തായാലും സിംഗിൾ ഗ്രൂപ്പ് എഴുതുന്നവർ കൊടുക്കുക. ബോത്ത് ഗ്രൂപ്പ് എഴുതുന്നവർ ഡെയിലി ഒരു 10 to 12 hours എന്തായാലും മാൻഡേറ്ററി ആണ് നിങ്ങൾ കൊടുത്തേ പറ്റൂ. കാരണം ഈ ഒരു 2 മാസം നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്താലേ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ എത്ര മുന്നേ പഠിച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നതിലാണ് നമ്മുടെ ആ ഒരു മാർക്ക് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 2 മാസം മാത്രമേ ഉള്ളൂ. സോ ഞാൻ എഗെയിൻ പറയുകയാണ്, സിംഗിൾ ഗ്രൂപ്പ് എഴുതുന്നവർ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും ഒരു 7 to 8 hours മാൻഡേറ്ററി നിങ്ങൾ സ്പെൻഡ് ചെയ്യുക പഠിക്കാനായിട്ട്. അതും ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ പേരിൽ ജസ്റ്റ് ഒരു ടൈം കൊടുക്കുക, അത് മാത്രമല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു എഫക്റ്റീവായിട്ട് തന്നെ ഇരിക്കുക. ഇപ്പോൾ ആ ഒരു ടൈം വളരെ ലേസി ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിക്ക് അതിനെ ഷിഫ്റ്റ് ചെയ്ത് ഓരോരോ സ്ലോട്ടാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈമിൽ ഇരിക്കാം. പക്ഷേ ഇരിക്കുന്ന ടൈം എപ്പോഴും പ്രൊഡക്റ്റീവ് ആക്കാൻ മാക്സിമം ശ്രമിക്കുക. അതുപോലെ ബോത്ത് ഗ്രൂപ്പ് എഴുതുന്നവർ 10 to 12 hours മാൻഡേറ്ററി സ്പെൻഡ് ചെയ്യുക. അതായത് ഈ ക്ലാസ്സസിൻ്റെ എണ്ണം ഇപ്പോൾ ബോത്ത് ഗ്രൂപ്പിനെ സംബന്ധിച്ച് കുറച്ചും കൂടി കൂടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, കുറച്ചും കൂടി ടൈം അതിന് അലോട്ട് ചെയ്യേണ്ടതായിട്ട് വരും. സോ അതുകൊണ്ട് നിങ്ങളെല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ക്ലാസ്സസ് കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ചെറിയൊരു ഗ്യാപ്പ് വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ ബിഗിനിങ്ങിൽ അത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോത്ത് ഗ്രൂപ്പ് എഴുതുന്നവർക്ക് ക്ലാസ്സിൻ്റെ നമ്പർ ഇനി കൂടും. കാരണം സെക്കൻഡ് ഗ്രൂപ്പും കൂടി കവർ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഡെയിലി ക്ലാസ് കാണാൻ ഇത്ര ടൈം എന്നത് കഴിഞ്ഞിട്ട് ബാക്കി റിവിഷന് വേണ്ടി നിങ്ങൾ മാറ്റിയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു മെയിൽ ക്ലാസ്സസ് എൻഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് റിവിഷൻ ചെയ്യുമ്പോൾ എല്ലാം ഓർമ്മയിൽ ഉണ്ടാകത്തുള്ളൂ. സോ മസ്റ്റാണ് ബോത്ത് ഗ്രൂപ്പ് എഴുതുന്നവർ അങ്ങനെ തന്നെ ചെയ്യുക. സിംഗിൾ ഗ്രൂപ്പ് എഴുതുന്നവർ 7 to 8 hours കൊടുത്ത് ക്ലാസ് കണ്ടതിന് ശേഷം റിവിഷൻ ചെയ്യുക. റിവിഷൻ ചെയ്യാനുള്ള എങ്ങനെ ചാപ്റ്റേഴ്സ് എടുക്കണം എന്നൊക്കെ ഉള്ളത് നാളെ മുതൽ ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഫോളോ ചെയ്യാം കേട്ടോ. ഓക്കെ,
അപ്പോൾ കോസ്റ്റ് ഷീറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് ഷീറ്റിൽ വളരെ പ്രാക്ടിക്കലി പ്രോബ്ലം മാത്രമാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ഈ ഫോർമാറ്റ് കറക്റ്റായിട്ട് പഠിക്കുക. ഈ ഫോർമാറ്റ് അറിയാമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. സോ ഫോർമാറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യനിൽ തരും, അതെടുക്കാം. ദെൻ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അതിൽ നിന്ന് റോ മെറ്റീരിയലിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റോ മെറ്റീരിയൽ കൺസ്യൂംഡ് അല്ലെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടും. എങ്ങനെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആഡ് പർച്ചേസസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടും. അതിനൊപ്പം ഡയറക്റ്റ് ലേബർ ആഡ് ചെയ്യുക, ഡയറക്റ്റ് എക്സ്പെൻസ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഡയറക്റ്റ് കോസ്റ്റുകളുടെയും കോമ്പിനേഷനാണ്. ഓക്കെ, എന്തൊക്കെയാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡിൻ്റെയും ഡയറക്റ്റ് ലേബറിൻ്റെയും ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെയും കോമ്പിനേഷനാണ് എന്ത്? പ്രൈം കോസ്റ്റ്. അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾ ആദ്യം ചെയ്യുക. അതാണ് ഫസ്റ്റ് വൺ. ദെൻ എന്ത് ചെയ്യുക? പ്രൈം കോസ്റ്റിൻ്റെ കൂടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യുക. എന്താണ് ഈ പ്രൊഡക്ഷൻ ഓർ ഫാക്ടറി ഓവർ ഹെഡ്? അതായത് നമ്മുടെ ഫാക്ടറിയിൽ ഉണ്ടാകുന്ന എക്സ്പെൻസസ് ഇല്ലേ, അതായത് ഫാക്ടറിയിൽ ലൈറ്റിങ്ങിന് അല്ലാതെ അവിടെ ഉണ്ടാകുന്ന മറ്റ് എക്സ്പെൻസസ്, ഇലക്ട്രിസിറ്റി അല്ലാതെ ഫ്യൂവൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഫാക്ടറിയിൽ ഉണ്ടാകുന്നുണ്ടല്ലോ. ഫാക്ടറിയിലെ എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഫാക്ടറി ഓവർ ഹെഡിനകത്ത് വരുന്നതാണ്. അപ്പോൾ റിപ്പയർ, മെയിൻ്റനൻസ് അതൊക്കെ വരും. അപ്പോൾ അതെല്ലാം എന്താണ്? വർക്ക്സ് കോസ്റ്റ്. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വർക്ക്സ് കോസ്റ്റ് കിട്ടും. സോ പ്രൈം കോസ്റ്റ്, അതിനോടൊപ്പം എന്ത് ചെയ്യുക? പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വർക്ക്സ് കോസ്റ്റ് കിട്ടും. ദെൻ വർക്ക്സ് കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? WIP എന്ന് വെച്ചാൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബട്ട് കംപ്ലീറ്റഡ് ആയിട്ടില്ല, അങ്ങനെ പകുതി സ്റ്റേജിൽ നിൽക്കുന്നതിനാണ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയാം. സോ വർക്ക് ഇൻ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ടെന്നുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫാക്ടറി കോസ്റ്റ് കിട്ടും. സോ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആദ്യം റോ മെറ്റീരിയലിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക്, ദെൻ പർച്ചേസ് ആഡ് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടും. അതിനൊപ്പം ഡയറക്റ്റ് ലേബർ ആഡ് ചെയ്യുക, ഡയറക്റ്റ് എക്സ്പെൻസ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. ദെൻ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ എന്ത് ചെയ്യുക? പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വർക്ക്സ് കോസ്റ്റ് കിട്ടും. ദെൻ അതിനൊപ്പം എന്ത് ചെയ്യുക? വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുക, വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫാക്ടറി കോസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 3 പാർട്ടാണ് പ്രൈം കോസ്റ്റ്, വർക്ക്സ് കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്. ക്ലിയർ? നെക്സ്റ്റ്, ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ട 5 കാര്യങ്ങളുണ്ട്. 4 കാര്യങ്ങൾ ആഡ് ചെയ്യുക, 1 ലെസ് ചെയ്യുക. എന്തൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് റിലേറ്റഡ് ടു പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ആഡ് ചെയ്യുക. ക്വസ്റ്റിനകത്ത് പറയും റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ എന്ന്, അല്ലെങ്കിൽ ജനറലായിട്ട് തന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യും പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റഡ് ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് ആഡ് ചെയ്യുക. ദെൻ പ്രൈമറി പാക്കിംഗ് കോസ്റ്റ്, ഇത് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പഠിച്ച ടൈമിലേ പറഞ്ഞ കാര്യമാണ്. അതായത് പാക്കിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 രീതിയിലുണ്ട്, പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറി എന്ന് പറഞ്ഞാൽ ഏറ്റവും മാൻഡേറ്ററി ആയിട്ട് ഒരു പ്രൊഡക്റ്റിന് അത്യാവശ്യം വേണ്ട പാക്കിംഗ് ആണ്. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അതിൻ്റെ പ്രൊട്ടക്ഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടി, കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് അതിൻ്റെ സെയിൽസ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി സെക്കൻഡറി നമ്മൾ മാൻഡേറ്ററി ഒന്നുമല്ല, അല്ലാതെ ചെയ്യുന്ന പാക്കിംഗ് ആണ് സെക്കൻഡറി പാക്കിംഗ് എന്ന് പറയാം. സോ നമ്മൾ എന്ത് ചെയ്യുക? ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ആഡ് ചെയ്യുക, ദെൻ നമ്മുടെ പ്രൈമറി പാക്കിംഗ് കോസ്റ്റ് ആഡ് ചെയ്യുക, ദെൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റുകൾ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക, ദെൻ പ്രൊഡക്റ്റ് ഇടയ്ക്കിടയ്ക്ക് ക്വാളിറ്റി ചെക്ക് ചെയ്യും, ക്വാളിറ്റി കൺട്രോൾ കോസ്റ്റ് ആഡ് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് ഈ പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ബൈ പ്രൊഡക്റ്റുകൾ, സ്ക്രാപ്പുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ വിൽക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ വളരെ തുച്ഛമായിട്ടുള്ള പൈസകൾ കിട്ടും. സോ അങ്ങനെ കിട്ടുന്ന ക്രെഡിറ്റ് റിക്കവറീസ് എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. അപ്പോൾ ഫാക്ടറി കോസ്റ്റിനോടൊപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ, പ്രൈമറി പാക്കിംഗ് കോസ്റ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ്, ക്വാളിറ്റി കൺട്രോൾ കോസ്റ്റ്, ഇത്രയും ആഡ് ചെയ്യുക. ക്രെഡിറ്റ് റിക്കവറീസ് എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ദെൻ ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുക, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ദെൻ അതിനൊപ്പം എന്ത് ചെയ്യുക? ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡാണ്. ഇതല്ല, ജനറൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡുകൾ ആഡ് ചെയ്യുക. സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ, സെയിൽസ് നമുക്ക് നടത്തണം എന്നുണ്ടെങ്കിൽ സെല്ലിംഗ് എക്സ്പെൻസസ് വരും, അഡ്വർടൈസ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ പോലുള്ള എക്സ്പെൻസസ് വരും. സോ സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ആഡ് ചെയ്യുക. അതുപോലെ സെക്കൻഡറി പാക്കിംഗ് കോസ്റ്റ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കുറച്ചുകൂടി സെയിൽസ് പ്രൊമോട്ട് ചെയ്യാനൊക്കെ വേണ്ടി, കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന എക്സ്പെൻസ് ആണ് സെക്കൻഡറി. സോ അതും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. ഈ കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? സെയിൽ വാല്യൂ കിട്ടുക. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്.
സോ എഗെയിൻ പറയാണ്, ആദ്യം നമ്മൾ പ്രൈം കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യും. എങ്ങനെ? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആഡ് പർച്ചേസസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. അപ്പോൾ എന്ത് കിട്ടും? ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ്. അതിനൊപ്പം ഡയറക്റ്റ് ലേബർ ആഡ് ചെയ്യുക, ഡയറക്റ്റ് എക്സ്പെൻസ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. ദെൻ പ്രൊഡക്ഷൻ ഓർ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യുക, അപ്പോൾ വർക്ക്സ് കോസ്റ്റ് കിട്ടും. ദെൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആഡ് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ലെസ് ചെയ്യുക, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫാക്ടറി കോസ്റ്റ് കിട്ടും. ദെൻ എന്ത് ചെയ്യുക? അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ആഡ് ചെയ്യണം. പിന്നെ നമ്മുടെ പ്രൈമറി പാക്കിംഗ് കോസ്റ്റ് ആഡ് ചെയ്യണം, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ആഡ് ചെയ്യണം, ക്വാളിറ്റി കൺട്രോൾ കോസ്റ്റ് ആഡ് ചെയ്യണം, ക്രെഡിറ്റ് റിക്കവറീസ് ഫ്രം ദ സെയിൽ ഓഫ് സ്ക്രാപ്പ് ബൈ പ്രൊഡക്റ്റ് എക്സെട്ര അത് ലെസ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ദെൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ചെയ്യുക, അപ്പോൾ എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ദെൻ എന്ത് ചെയ്യുക? ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്, സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്, സെക്കൻഡറി പാക്കിംഗ് കോസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും, പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോൾ സെയിൽ വാല്യൂ കിട്ടും. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഫോർമാറ്റ്. ആദ്യം നിങ്ങൾ ഈ ഫോർമാറ്റ് ബൈഹാർട്ട് ചെയ്ത് നന്നായിട്ട് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ആ ഒരു രീതിക്ക് പഠിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ അത് കറക്റ്റ് ആ ഒരു ഫോർമാറ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ക്വസ്റ്റ്യൻസ് കണ്ടു തുടങ്ങാവൂ. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. MNQ LLP സബ്മിറ്റ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഓൺ 31 March 2022. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഡേറ്റയുടെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ സെയിൽസ് ഉണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെയും ഓപ്പണിംഗ് ബിഗിനിങ്ങിലുള്ള ഇൻവെൻട്രി ഉണ്ട്. ദെൻ പർച്ചേസ് ഓഫ് മെറ്റീരിയൽ, പർച്ചേസ് തന്നിട്ടുണ്ട്, റോ മെറ്റീരിയലിൻ്റെ പർച്ചേസ് ആണ്. ദെൻ ബിഗിനിങ്ങിലും എൻഡിലുമുള്ള മെറ്റീരിയൽ ഇൻവെൻട്രി, അതായത് റോ മെറ്റീരിയലിൻ്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ലേബർ, ഫാക്ടറി ഓവർ ഹെഡ്, ക്ലോസിങ്ങിലുള്ള ഫിനിഷ്ഡ് ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ് എത്രയാണെന്ന്, മറ്റ് എക്സ്പെൻസുകൾ, സെല്ലിംഗ് എക്സ്പെൻസും അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസും തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആൻസറിലേക്ക് പോകാം. ആദ്യം നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനൊരു ഹെഡിങ് കൊടുക്കുക, കോസ്റ്റ് ഷീറ്റ് ഫോർ ദ ഇയർ എൻഡഡ്. ഇപ്പോൾ ഇവിടെ ഇയർ എന്ന് പറയുന്നത് 31 March 2022 ആണ്. സോ നമ്മളത് മെൻഷൻ ചെയ്തു. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക? ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, അത് നമ്മൾ എന്താ ചെയ്യുക? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് 3000, പർച്ചേസസ് തന്നിട്ടുണ്ട് 1,10,000, അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്തു 4,000. അപ്പോൾ നമുക്ക് റോ മെറ്റീരിയലുകൾ ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടും 1,09,000. അതിനൊപ്പം ഡയറക്റ്റ് ലേബർ തന്നിട്ടുണ്ട് 65,000 ആഡ് ചെയ്തു. ഇവിടെ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസസ് ഒന്നും തന്നിട്ടില്ല. സോ ഇത് ഇത്രയും ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും 1,74,000. ദെൻ നെക്സ്റ്റ് അവർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അടുത്ത് എന്താ ചെയ്യുക? പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യും. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ 60% ഓഫ് ഡയറക്റ്റ് ലേബർ. ഡയറക്റ്റ് ലേബറിൻ്റെ 60%. ഡയറക്റ്റ് ലേബർ എത്ര? 65,000. സോ 65,000ൻ്റെ 60% എടുക്കുമ്പോൾ എന്ത് കിട്ടും? ഫാക്ടറി ഓവർ ഹെഡ്. അത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വർക്ക്സ് കോസ്റ്റ് കിട്ടും. ദെൻ നമ്മൾ എന്ത് ചെയ്യും? വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഓപ്പണിംഗ് ആഡ് ചെയ്യും. എങ്ങനെയാണ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഓപ്പണിംഗ്? 4,000. വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ക്ലോസിംഗ് എങ്ങനെയാണ്? 6,000. അത് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫാക്ടറി കോസ്റ്റ് കിട്ടും 2,11,000. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുക? ഈ ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ്, റിസർച്ച് ഡെവലപ്മെൻറ്റ്, ക്വാളിറ്റി കൺട്രോൾ, പ്രൈമറി പാക്കിംഗ് ഇതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വേറെ ഒന്നും തന്നിട്ടില്ല, അഡ്മിനിസ്ട്രേറ്റീവ് തന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ എന്നോ ജനറൽ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ അസ്യൂം ചെയ്യും ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ. സോ നമ്മൾ എന്ത് ചെയ്യും? അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എടുക്കുകയാണ്. എത്രയാണ്? സെയിൽസിൻ്റെ 2,75,000ൻ്റെ 5% ആണ്. സോ നമ്മളത് എടുത്തു, അത് ആഡ് ചെയ്തപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. ദെൻ ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് തന്നിട്ടുണ്ട് 7,000, ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ചെയ്തു 8,000. അപ്പോൾ എന്ത് കിട്ടി? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി. ദെൻ സെല്ലിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്തു. സെയിൽസിൻ്റെ 10% ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതെടുത്തു. നമ്മളപ്പോൾ ആഡ് ചെയ്തപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടി. പ്രോഫിറ്റിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ സെയിൽസ് വാല്യൂ തന്നിട്ടില്ലേ? എത്രയാണ്? 2,75,000. സോ ഇതും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ 23,750. അതാണ് പ്രോഫിറ്റ്, അതാണ് ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത്. ക്ലിയർ? ഇത്രയേ ഉള്ളൂ. കോസ്റ്റ് ഷീറ്റ് വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ എടുത്തതാണ്. ക്ലിയർ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർക്ക് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് അതിൻ്റെ ലെവൽ എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കുറച്ചും കൂടി അഡ്ജസ്റ്റ്മെൻറ്റ് ഉള്ളതാണ്, വളരെ ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Miss Sun Limited is an export-oriented unit manufacturing communication equipment of a standard size. It has to send a tender price quotation to its foreign buyer in the UK. Company submitted the following figures. Okay, 2023 ഇയറിലുള്ള കുറച്ച് കാര്യങ്ങളാണ് കമ്പനി ഇവിടെ തന്നേക്കുന്നത്. നോക്കിക്കേ, ലോക്കൽ റോ മെറ്റീരിയൽ കൺസ്യൂംഡ്. ഓക്കെ, അവർ കൺസ്യൂം ചെയ്ത ലോക്കൽ റോ മെറ്റീരിയൽ. പിന്നെ റോ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്തത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്? അവർ കൺസ്യൂം ചെയ്തതല്ലേ? ഓക്കെ, അപ്പോൾ അവർ എക്സ്പോർട്ട് ചെയ്തത് എന്നാണ് ഉദ്ദേശിക്കുന്നത്.
അതായത് കാരണം ഈ കമ്പനി ഇന്ത്യയിലുള്ള കമ്പനിയാണ്, ഇവർ ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് കമ്പനിയാണ്. അവർ കൺസ്യൂം ചെയ്തത് എന്ന് പറയുമ്പോൾ അവരത് എക്സ്പോർട്ട് ചെയ്യാൻ ഉപയോഗിച്ചത് എന്നാണ്. എങ്ങോട്ടേക്ക്? യു കെയിലേക്ക്. അപ്പോൾ ഇന്ത്യയിലുള്ള കമ്പനി, എക്സ്പോർട്ട് ഓറിയൻറ്റഡ് കമ്പനി കൺസ്യൂം ചെയ്ത ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അവരെന്താണ്? അത് എക്സ്പോർട്ട് ചെയ്തതാണ്. അവർ കൺസ്യൂം ചെയ്തു എന്ന് പറഞ്ഞാൽ അവരെന്താ ചെയ്യുന്നത്? എക്സ്പോർട്ട് ചെയ്യലേ ചെയ്യുന്നത്. സോ അവർ യു കെയിലേക്ക് എക്സ്പോർട്ട് ചെയ്ത ഗുഡ്സാണിത്. അവർ ഇമ്പോർട്ട് ചെയ്ത റോ മെറ്റീരിയലാണ് തന്നേക്കുന്നത്. Then direct labor, direct expense, indirect labor, stores, spares, fuel, depreciation, salary of works personnel, then excise duty, administrative office, salary, fees of director, expense on advertising, selling expense, package distribution, കുറച്ച് ഫിഗേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ അഡീഷണൽ ഇൻഫർമേഷൻ നോക്കിക്കേ. ലോക്കൽ റോ മെറ്റീരിയൽ നൗ കോസ്റ്റ് 10% മോർ. അതായത് ലോക്കൽ റോ മെറ്റീരിയൽ ഇല്ലേ, ഇത് ഇപ്പോൾ 10% കൂടിയിട്ടുണ്ട് വാല്യൂ. പ്രോഫിറ്റ് മാർജിൻ സെയിൽസിൻ്റെ 20%. ഗവൺമെൻറ് എന്ത് ചെയ്തു? എക്സ്പോർട്ട് ചെയ്ത ഓരോ യൂണിറ്റിനും 40 രൂപ, ഓരോ യൂണിറ്റിനും 40 രൂപ സബ്സിഡി തന്നു. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. ഇവിടെ നമ്മൾ ടെൻഡർ പ്രൈസ് ആണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ടെൻഡർ പ്രൈസ് എന്ന് വെച്ചാൽ സെയിൽ ചെയ്യുന്ന വാല്യൂ. കൊട്ടേഷൻ പ്രൈസ്, സെയിൽ പ്രൈസ്, ടെൻഡർ പ്രൈസ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നാണ്. അതായത് നമ്മൾ സെയിൽ പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്ത പോർഷനാണ്. കൊട്ടേഷൻ പ്രൈസ് എന്ന് പറഞ്ഞാലും ടെൻഡർ പ്രൈസ് എന്ന് പറഞ്ഞാലും സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാലും എല്ലാം പ്രോഫിറ്റ് ആഡ് ചെയ്തതാണ്. സോ ഇവിടെ ടെൻഡർ പ്രൈസ് കാണിക്കുന്ന കോസ്റ്റ് ഷീറ്റ് വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. ക്ലിയർ? ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഷീറ്റിലേക്ക് പോകാം. ഇതാണ് കോസ്റ്റ് ഷീറ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർ ഇയർ 2023 കൊടുക്കാം. പർട്ടിക്കുലേഴ്സ് എമൗണ്ട് കൊടുത്തു. ആദ്യം നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തുണ്ട്? ഇമ്പോർട്ടും ഉണ്ട്, എക്സ്പോർട്ടും ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? എക്സ്പോർട്ടിൻ്റെ കാര്യം എടുക്കാം. അവർ പറഞ്ഞിട്ടുണ്ട് ലോക്കൽ റോ മെറ്റീരിയൽ ഇത് കൺസ്യൂം ചെയ്തത് 20 ലക്ഷമാണ് അല്ലേ, 20 ലാക്കാണ്. അതിനവർ പറഞ്ഞു 10% കൂടിയിട്ടുണ്ട്. അപ്പോൾ എത്രയാണ്? 20 ലാക്ക് പ്ലസ് 10%. അപ്പോൾ എത്ര കിട്ടും? 22 ലാക്ക് എന്ന് കിട്ടും. ദെൻ അവർ റോ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്തത് തന്നിട്ടുണ്ട് 2 ലാക്ക്. പിന്നെ ഡയറക്റ്റ് ലേബർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ഓപ്പണിംഗ് സ്റ്റോക്കോ ക്ലോസിംഗ് സ്റ്റോക്കോ ഒന്നുമില്ല റോ മെറ്റീരിയലിൻ്റെ. ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്തതും എക്സ്പോർട്ട് ചെയ്തതും തന്നിട്ടുണ്ട്, അത് നമ്മൾ എടുത്തു. ദെൻ ഡയറക്റ്റ് ലേബർ എടുത്തു, ഡയറക്റ്റ് എക്സ്പെൻസ് എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പ്രൈം കോസ്റ്റ് കിട്ടി. അതിനോടൊപ്പം നമ്മൾ എന്താ ചെയ്യുക? ഫാക്ടറി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓവർഹെഡ് ആഡ് ചെയ്യും. ഇവിടെ ഒരുപാടുണ്ട്. ഏതൊക്കെയാണ്? ഇൻഡയറക്റ്റ് ലേബർ, സ്റ്റോഴ്സ്, സ്പെയർസ്, ഫ്യൂവൽ, ഡിപ്രിസിയേഷൻ ഓൺ പ്ലാന്റ്, എക്സൈസ് ഡ്യൂട്ടി, സാലറി ഓഫ് വർക്ക്സ് പേഴ്സണൽ, ഇതെല്ലാം ഫാക്ടറിയിൽ ഉണ്ടാകുന്ന എക്സ്പെൻസസ് ആണ്. സോ ഇതിനെ നമുക്ക് ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയാം. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? നോർമലി വർക്ക്സ് കോസ്റ്റ് ആണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? വർക്ക്സ് കോസ്റ്റിൻ്റെ കൂടെ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് ആഡ് ചെയ്യും, ലെസ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇവിടെ അതുണ്ടോ? ഇല്ല. സോ ഈ വർക്ക്സ് കോസ്റ്റിൻ്റെ കൂടെ അത് ആഡ് ചെയ്യാനോ ലെസ് ചെയ്യാനോ ഇല്ലാത്തത് കൊണ്ട് ഇത് വർക്ക്സ് കോസ്റ്റിൻ്റെ അതേ വാല്യൂ തന്നെ എന്തിലും വരും? ഫാക്ടറി കോസ്റ്റിലും വരും. സോ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ വർക്ക്സ് കോസ്റ്റ് എന്നിട്ടിട്ട് ഒരു അല്ലെങ്കിൽ വേണമെങ്കിൽ ഫാക്ടറി കോസ്റ്റും, ഏത് നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് അത് എഴുതാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ അടുത്ത് ആഡ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ്, ക്വാളിറ്റി കൺട്രോൾ, പ്രൈമറി പാക്കിംഗ്, റിസർച്ച് ഡെവലപ്മെൻറ്റ്, ക്രെഡിറ്റ് റിക്കവറീസ് കുറയ്ക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയുണ്ട് എന്നുള്ളത് നോക്കാം. നോക്കിക്കേ, അഡ്മിനിസ്ട്രേറ്റീവ് ഉണ്ട്. എത്രയാണ്? 4 ലാക്ക്. അപ്പോൾ നമ്മൾ ആ 4 ലാക്ക് എടുത്തു, അത് ആഡ് ചെയ്തു. ദെൻ ഇവിടെ ക്വാളിറ്റി കൺട്രോളോ റിസർച്ച് ഡെവലപ്മെൻറ്റോ പ്രൈമറി പാക്കിങ്ങോ അതൊന്നുമില്ല, ക്രെഡിറ്റ് റിക്കവറീസും ഇല്ല. പക്ഷേ ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് മാനേജിംഗ് ഡയറക്ടറിന് കൊടുക്കുന്ന സാലറി, അതും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് നേച്ചറിലുള്ളതാണ്. കാരണം ഡയറക്ടർ എന്ന് പറയുന്ന ആൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ നിൽക്കുന്ന ഒരാളാണ് അല്ലേ. അപ്പോൾ അയാൾക്ക് കൊടുക്കുന്ന സാലറി അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് തന്നെയാണ്. അപ്പോൾ അതെടുക്കും. അതുപോലെ ഡയറക്ടറിന് കൊടുക്കുന്ന ഫീസ്, അത് ഈ പറഞ്ഞ 3 അഡ്മിനിസ്ട്രേറ്റീവിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. സോ അത് 3 നമ്മൾ എന്ത് ചെയ്തു? അഡ്മിനിസ്ട്രേറ്റീവിൽ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ദെൻ നമ്മൾ എന്ത് ചെയ്യും? ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഓപ്പണിങ്ങും ആഡ് ചെയ്യും, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ക്ലോസിംഗ് ലെസ് ചെയ്യും. ഇവിടെ അങ്ങനത്തെ ഉള്ള ഡീറ്റെയിൽസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്താണ് ഈ കിട്ടിയ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ തന്നെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. കാരണം നമുക്കിവിടെ ആഡ് ചെയ്യാനോ ലെസ് ചെയ്യാനോ ഒന്നുമില്ല. സോ അത് തന്നെയാണ് വരിക. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് ആഡ് ചെയ്യും, സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആഡ് ചെയ്യും, സെക്കൻഡറി പാക്കിംഗ് ആഡ് ചെയ്യും. ഇവിടെ നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നോക്കാം. ഇവർ പറഞ്ഞിട്ടുണ്ട് സെല്ലിംഗ് എക്സ്പെൻസ് ഉണ്ട് 5 ലാക്ക്, അത് നമ്മൾ എടുത്തു. ദെൻ അവർ പറഞ്ഞു അഡ്വർടൈസിങ്ങിന് വന്നത്, അതും സെയിൽസിൻ്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ. സോ അതും സെല്ലിങ്ങിൽ വരുന്നതാണ്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ അവർ 3 ലാക്ക് 40 പറഞ്ഞിട്ടുണ്ട്. സോ അത് 3 നമ്മൾ ആഡ് ചെയ്തു. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? കോസ്റ്റ് ഓഫ് സെയിൽസ്. ദെൻ അവർ പറഞ്ഞു പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെയിൽസിൻ്റെ 20%. കിട്ടിയത് കോസ്റ്റാണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെയിൽസിൻ്റെ 20% ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ സെയിൽസ് 100 എടുക്കുകയാണെങ്കിൽ, ഓക്കെ, സെയിൽസ് 100 എടുക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് എത്രയാണ്? 20 ആണ്. കോസ്റ്റ് എത്രയാണ്? 80 ആണ്. അപ്പോൾ ഈ കിട്ടിയത് കോസ്റ്റ് എന്ന് പറയുന്നത് 80% ഉള്ളൂ. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇൻറ്റു 20 ചെയ്താൽ പ്രോഫിറ്റ് കിട്ടത്തില്ലേ? ഓക്കെ, നിങ്ങൾക്കത് എത്രത്തോളം ക്ലിയർ ആണ് എന്നുള്ളത് അറിയില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സെയിൽസിന് പുറത്ത് 20% ആണ് എന്ത്? പ്രോഫിറ്റ്.
ഓക്കെ, അപ്പോൾ നമ്മൾ സെയിൽസിനെ ഞാൻ സെയിൽസിനെ 100 എന്നെടുക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് എത്ര? 100ൻ്റെ 20%, അതായത് 20. അപ്പോൾ കോസ്റ്റ് എത്ര? ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ലെസ് ചെയ്താൽ കോസ്റ്റ് കിട്ടൂലേ? 80. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് ഈ ക്വസ്റ്റിനകത്ത് കോസ്റ്റ് ഓഫ് സെയിൽസ് എത്രയാണ്? 78,40,000 ആണ് ഇവിടുത്തെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് എത്ര ശതമാനം മാത്രമാണ്? 80% മാത്രമാണ്. അപ്പോൾ നമുക്കതിൽ നിന്ന് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 20 ചെയ്താൽ മതി. സോ 78,40,000 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 20 ചെയ്താൽ പ്രോഫിറ്റ് കിട്ടും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? കോസ്റ്റ് കിട്ടും. സെയിൽസ് കിട്ടും. അപ്പോൾ ഇതാണ് എന്ത്? കോസ്റ്റും പ്രോഫിറ്റും കൂടി ആഡ് ചെയ്യുമ്പോൾ സെയിൽ വാല്യൂ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കോസ്റ്റ് ഷീറ്റ്. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ടെൻഡർ പ്രൈസ് എത്രയാണ് എന്നുള്ളതാണ്. അതായത് സബ്സിഡിയും കൂടെ അവിടെ വരും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സബ്സിഡി? കാരണം സബ്സിഡിയുടെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. നമ്മൾ അതർ ഇൻഫർമേഷനിലുള്ള 2 കാര്യങ്ങൾ എടുത്തു. മെറ്റീരിയൽ ഇൻക്രീസ് ആയതും പ്രോഫിറ്റ് മാർജിനും എടുത്തു. പക്ഷേ ഈ സബ്സിഡി നമ്മൾ എടുക്കണം. സോ അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 98 ലാക്കാണ് ഇവിടുത്തെ സെയിൽ വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ പറഞ്ഞിരിക്കുന്ന 20 ലക്ഷം എന്ന് പറയുന്നത് 10% ഇവർക്ക് ഇൻക്രീസ് ആവുന്നതിന് മുമ്പുള്ള വാല്യൂ ആണ് അല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളത്, നമുക്ക് ഈ 10% ഇൻക്രീസ് ആയതിനു ശേഷമാണ് ഇപ്പോൾ 22 ലാക്ക്. ഈ 22 ലാക്കിലാണ് അവർക്ക് എന്ത് കിട്ടിയത്? സബ്സിഡി കിട്ടിയത്. കാരണം ലോക്കൽ മെറ്റീരിയൽസിനാണല്ലോ അവർക്ക് സബ്സിഡി കിട്ടിയത്. ഇവിടെ ഗവൺമെൻറ് ഗ്രാൻഡ് 40 പെർ യൂണിറ്റ് ഓഫ് എക്സ്പോർട്ട്. ഈ എക്സ്പോർട്ടിനാണ് എന്ത് ചെയ്തത്? അവർക്ക് 40 രൂപ വെച്ചിട്ട്, ഒരു യൂണിറ്റിന് 40 രൂപ വെച്ചിട്ട് അവർക്ക് സബ്സിഡി കിട്ടിയത് എക്സ്പോർട്ട് ചെയ്തതിന് മാത്രമാണ്. അപ്പോൾ എക്സ്പോർട്ട് ചെയ്തത് ഇപ്പോൾ നിലവിൽ എത്രയാണ്? 22 ലക്ഷമാണ്. കാരണം കൂടിയിട്ടുണ്ട്. സോ 22 ലാക്കാണ് എന്ത്? എക്സ്പോർട്ട് ചെയ്ത യൂണിറ്റ് എന്ന് പറയുന്നത്. അതിന് ഒരു യൂണിറ്റിന് വാല്യൂ, എക്സ്പോർട്ട് ചെയ്തതിൻ്റെ വാല്യൂ എത്രയാണ്? യൂണിറ്റ് നമുക്കറിയില്ല, യൂണിറ്റ് കണ്ടുപിടിക്കണം. 22 ലക്ഷത്തിനാണ് ശരിക്കും ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ 40 രൂപ വെച്ചിട്ടാണ് അവർക്ക് കിട്ടുന്നത്. സോ 22 ലക്ഷം ഡിവൈഡഡ് ബൈ 40 ചെയ്താൽ നമുക്ക് എത്ര യൂണിറ്റ് എന്ന് കിട്ടും? 55,000 യൂണിറ്റ് എന്ന് കിട്ടും. ഇത് സബ്സിഡി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കേസിൽ വരുന്ന യൂണിറ്റാണ്. സബ്സിഡിക്ക് മുമ്പ് എത്ര എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ 55,000 എന്ന് പറയുന്നത് 10% ഇൻക്രീസ് ചെയ്തപ്പോൾ ഉള്ള വാല്യൂ ആണ്. അപ്പോൾ അത് മനസ്സിലായെന്നറിയില്ല, നോക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് സെയിൽസ് എന്ന് പറയുന്നത് 98 ലാക്കാണ് ഇപ്പോൾ നമ്മുടെ സെയിൽ വാല്യൂ എന്ന് പറയുന്നത്. അവർ പറഞ്ഞിട്ടുണ്ട് എന്താണ്? സബ്സിഡി എന്ന് പറയുന്നത് ₹40 പെർ യൂണിറ്റ് ഓഫ് എക്സ്പോർട്ട്. ഒരു യൂണിറ്റിനാണ് അവർക്ക് 40 രൂപ വെച്ച് നമുക്ക് തന്നിരിക്കുന്നത്. ഇപ്പം നിലവിൽ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത് എത്രയാണ്? 98 ലക്ഷം അല്ലേ? സോ നമുക്ക് നമ്പർ ഓഫ് യൂണിറ്റ് അറിയണ്ടേ? നമ്പർ ഓഫ് യൂണിറ്റ് അതെന്തിന് ശേഷമാണ്? ഇൻക്രീസിന് ശേഷം. ഓക്കെ, അതായത് ആദ്യം 20 ലക്ഷം ഉണ്ടായിരുന്നുള്ളൂ. ഈ വർഷമല്ലേ അവർ 10% കൂട്ടിയത്. അപ്പം ഇൻക്രീസ് ആയപ്പോഴാണ് എന്തായത്? 22 ലക്ഷം ആയത്. ആ 22 ലക്ഷം വന്നതിന് ശേഷം എത്രയാണ് അവർക്ക് നമ്പർ ഓഫ് യൂണിറ്റ് എന്നുള്ളത് അറിയാൻ വേണ്ടി, അതായത് ഇൻക്രീസ് ആയി, നമ്പർ ഓഫ് യൂണിറ്റ് ഇവിടെ ഇൻക്രീസ് ആയതിനു ശേഷം എത്ര എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇൻക്രീസ് ആയതിനു ശേഷം എത്രയാണ്? 22 ലക്ഷമാണ് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 40 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര യൂണിറ്റ് എന്ന് കിട്ടും? 55,000 യൂണിറ്റ്സ് ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എന്താണ്? 22 ലക്ഷമാണ് ഇപ്പോൾ നിലവിൽ ഈ പറഞ്ഞ എക്സ്പോർട്ടിൻ്റെ വാല്യൂ 10% കൂടി. അപ്പോൾ എക്സ്പോർട്ട് ഇപ്പോൾ എത്രയായി? 22 ലക്ഷമായി. അതിലവർ പറയുകയാണ് 40 രൂപ വെച്ചിട്ടാണ് കിട്ടുന്നതെന്ന്. അപ്പോൾ നമ്മളത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് യൂണിറ്റ് കിട്ടും. അപ്പോൾ ഇൻക്രീസ് ആയതിന്, മെറ്റീരിയൽ ഇൻക്രീസ് ആയതിനു ശേഷം 10% ഇൻക്രീസ് ആയതിനു ശേഷം ഉള്ള യൂണിറ്റിൻ്റെ എണ്ണമാണ് ഈ തന്നിരിക്കുന്നത്. 55,000 യൂണിറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പം നമുക്ക് അതിന് മുമ്പുള്ളത് എത്ര എന്നറിയണ്ടേ? അതായത് ഈ 10% കൂടുന്നതിന് മുമ്പുള്ള എത്രയാണെന്ന് അറിയണ്ടേ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ 20 ലക്ഷം ബൈ 40 ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിഫോർ ഇൻക്രീസ്, ഇൻക്രീസ് ആകുന്നതിന് മുമ്പ് എത്ര എന്നറിയണം എന്നുണ്ടെങ്കിൽ, ഇൻക്രീസ് ആകുന്നതിന് മുമ്പ് നമ്പർ ഓഫ് യൂണിറ്റ്സ് എത്ര എന്നറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ പറഞ്ഞത് ഇൻക്രീസ് ആയതിനു ശേഷമുള്ളതാണ്. അപ്പോൾ ഇൻക്രീസ് ആകുന്നതിന് മുമ്പാണെങ്കിൽ 10% അല്ലേ ഇൻക്രീസ് ആയത്. അപ്പോൾ ഈ 55,000 എന്ന് പറയുന്നത് 10% ഇൻക്രീസ് ആയി, അതായത് 110% ആണ്. അതിൽ നിന്ന് നമുക്ക് മുമ്പത്തത് അറിയാൻ വേണ്ടി × 100 ചെയ്താൽ മതി.
അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? 50,000 എന്ന് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ നിങ്ങൾക്ക് കൺവീനിയൻറ്റ് എന്താണോ അത് ചെയ്യാം. അതായത് മുമ്പ് നമുക്ക് ഇൻക്രീസ് ആവുന്നതിന് മുമ്പ് വാല്യൂ എത്രയാണ്? 20 ലക്ഷമാണ്. 20 ലക്ഷമാണ്. ബൈ 40 ചെയ്താലും നമുക്ക് 50,000 യൂണിറ്റ് എന്നുള്ളത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് അത് ചെയ്യുക. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. ഇവിടെ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് 98 ലക്ഷമാണ് ഇപ്പോൾ സെയിൽസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സബ്സിഡി അവർ പറയുകയാണ് ഒരു യൂണിറ്റ് എക്സ്പോർട്ടിന് 40 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് യൂണിറ്റ്സിൻ്റെ എണ്ണം അറിയില്ല. അപ്പോൾ നമുക്ക് യൂണിറ്റ്സ് അറിയണം. അപ്പോൾ ഇവിടെ അവർ പറയുകയാണ് എന്താണ്, നമുക്ക് 10% എന്താണ് മെറ്റീരിയലിൻ്റെ വാല്യൂ, എക്സ്പോർട്ടിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുമ്പ് 20 ലക്ഷമാണ് ഉണ്ടായിരുന്നത്, അവർ 10% കൂട്ടി 22 ലക്ഷമായി. അപ്പോൾ യൂണിറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഡിവൈഡഡ് ബൈ 40 ചെയ്താൽ ഇൻക്രീസ് ആയതിനു ശേഷം എത്ര യൂണിറ്റ് എന്ന് കിട്ടി? 55,000 യൂണിറ്റ് എന്ന് കിട്ടി. 55,000 യൂണിറ്റിന് ഒരു യൂണിറ്റിന് 40 രൂപ വെച്ചിട്ടാണ് അവർക്ക് എന്ത് കിട്ടുന്നത്? സബ്സിഡി കിട്ടുന്നത്. അപ്പോൾ ഇൻക്രീസ് ആയപ്പോഴാണല്ലോ 55,000 യൂണിറ്റ്. അപ്പോൾ ഇൻക്രീസ് ആവുന്നതിന് മുമ്പ് എത്ര യൂണിറ്റ് എന്ന് അറിയാൻ വേണ്ടി എന്താണ് 55,000 ബൈ 110 × 100 ചെയ്യാം. ഇല്ലെങ്കിൽ ഇൻക്രീസ് ആവുന്നതിന് മുമ്പുള്ള വാല്യൂ എത്ര? 20 ലക്ഷം ബൈ 40 ചെയ്താലും 50,000 കിട്ടും. അപ്പോൾ ഇൻക്രീസ് ആവുന്നതിന് മുമ്പ് 50,000 യൂണിറ്റ് ഉണ്ടായിരുന്നു. ഇൻക്രീസ് ആയതിനു ശേഷം 55,000 യൂണിറ്റ്സ് ഉണ്ട്. ഇതിൽ ഓരോ യൂണിറ്റിനും 40 രൂപ സബ്സിഡി വെച്ചിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ 98 ലക്ഷം എന്ന് പറയുന്നത് എന്താണ്? ഇൻക്രീസ് ആവുന്നതിന് മുമ്പുള്ളതാണ്. ഓക്കെ, ആൻസറിലേക്ക് വരാം. ഈ 98 ലക്ഷം എന്ന് പറയുന്നത് ഇതാ നോക്കിക്കേ, ഇൻക്രീസ് ആവുന്നത് സബ്സിഡി വരുന്നതിന് മുമ്പുള്ള സെല്ലിംഗ് പ്രൈസ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഇൻക്രീസ് ആവുന്നതിന് മുമ്പുള്ള വാല്യൂ ആണ്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് സബ്സിഡി വരുന്നതിന് മുമ്പുള്ള സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്നറിയാൻ 98 ലക്ഷം ഡിവൈഡഡ് ബൈ 50,000. കാരണം സബ്സിഡി വരുന്നതിന് മുമ്പ് നമ്പർ ഓഫ് യൂണിറ്റ് എത്ര? 50,000. സബ്സിഡി വന്നതിന് ശേഷം ഇൻക്രീസ് ആയപ്പോഴാണ് എത്ര ആയത്? 55,000 ആയത്. സോ സബ്സിഡി വരുന്നതിന് മുമ്പുള്ള സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ചെയ്യാൻ വേണ്ടി സെയിൽസ് വാല്യൂ എത്രയല്ലേ? ഡിവൈഡഡ് ബൈ 50,000 ചെയ്താൽ 196 ആണ് സബ്സിഡിക്ക് മുമ്പുള്ള സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്. പിന്നെ 40 രൂപ സബ്സിഡി വന്നു. സബ്സിഡി നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ വാല്യൂ ഒന്ന് കുറയ്ക്കണം. സോ കുറച്ചു, ബാക്കി 156 സബ്സിഡിക്ക് ശേഷമുള്ള സെല്ലിംഗ് പ്രൈസ്. അതാണ് ടെൻഡർ പ്രൈസ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ആകെ വരുന്നൊരു അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു പ്രോഫിറ്റിൻ്റെ കാര്യം. അതായത് സെയിൽസ് 100 ആണെങ്കിൽ പ്രോഫിറ്റ് 20 ആണ്, കോസ്റ്റ് 80 ആണ്. ഇവിടെ കോസ്റ്റ് ഉണ്ട്. സോ ഡിവൈഡഡ് ബൈ 80 × 20 ചെയ്താൽ മതി. പിന്നെ ഇവിടെ പറഞ്ഞത് സബ്സിഡി എന്നുള്ളൊരു കേസാണ്. അതായത് സെല്ലിംഗ് പ്രൈസ് നമുക്കറിയാം, ഇവിടെ നമ്പർ ഓഫ് നമ്മുടെ എക്സ്പോർട്ട് ചെയ്ത വാല്യൂ കൂടുന്നുണ്ട്. 20 ലാക്കിൽ നിന്ന് 22 ലാക്കിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 22 ലാക്കിന് പുറത്ത് നമ്മൾ എത്രയാണ് നമ്പർ ഓഫ് യൂണിറ്റ്സ് എന്ന് അറിയാൻ വേണ്ടി ഡിവൈഡഡ് ബൈ 40 ചെയ്തപ്പോൾ ഇൻക്രീസ് ആയതിനു ശേഷം 55,000 യൂണിറ്റ് ഉണ്ടെന്ന് മനസ്സിലായി. സോ ഇൻക്രീസ് ആവുന്നതിന് മുമ്പ് അറിയാൻ വേണ്ടി 20 ലാക്ക് ബൈ 40 ചെയ്തപ്പോൾ 50,000 എന്ന് കിട്ടി. അപ്പോൾ സബ്സിഡിക്ക് മുമ്പുള്ള സെല്ലിംഗ് പ്രൈസ് അറിയാൻ വേണ്ടി സെയിൽസ് ബൈ 50,000 ചെയ്തു. ദെൻ സബ്സിഡി ലെസ് ചെയ്തു. അപ്പോൾ സബ്സിഡിക്ക് ശേഷമുള്ള സെല്ലിംഗ് പ്രൈസ് കിട്ടി 156. ഇത്രയേ ഉള്ളൂ. ഇതാണ് ടെൻഡർ പ്രൈസ്. ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോക്സിൻ ലിമിറ്റഡ് മാനുഫാക്ചർ 2 ടൈപ്പ് ഓഫ് പെൻ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സൂപ്പർ പെൻ, നോർമൽ പെൻ, 2 പെന്നാണ് അവരുടെ ചെയ്യുന്നത്. ദ കോസ്റ്റ് ഡേറ്റ ഫോർ ദ ഇയർ അവർ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജ്, പ്രൊഡക്ഷൻ ഓവർഹെഡ് എല്ലാം തന്നിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കുക, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ശ്രദ്ധിക്കുക. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഇൻ സൂപ്പർ പെൻ വാസ് ട്വൈസ് ആസ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഇൻ നോർമൽ പെൻ. സൂപ്പർ പെന്നിൻ്റെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് നോർമൽ പെന്നിൻ്റെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിനേക്കാളും ട്വൈസ് ഡബിളാണ്. അപ്പോൾ സൂപ്പർ പെൻ നോർമൽ പെന്നിനേക്കാളും എന്താണ്? ഡബിളാണ്. ദെൻ ഡയറക്റ്റ് വേജ് നോർമൽ പെന്നിൻ്റെ ഡയറക്റ്റ് വേജ് സൂപ്പർ പെന്നിൻ്റെ വേജിൻ്റെ 60%. പ്രൊഡക്ഷൻ ഓവർ ഹെഡ് പെർ യൂണിറ്റ് രണ്ടുപേർക്കും ഒരേപോലെയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ഡയറക്റ്റ് ലേബറിൻ്റെ 200 ആണ് വരുന്നത്. സെല്ലിംഗ് കോസ്റ്റ് സൂപ്പർ പെന്നിന് ഒരു പെന്നിന് 1 രൂപ വെച്ചിട്ടാണ് വരുന്നത് സെല്ലിംഗ് കോസ്റ്റ്. പ്രൊഡക്ഷൻ സെയിൽസ് താഴെ തന്നിട്ടുണ്ട്. പ്രൊഡക്ഷൻ അവർ സൂപ്പർ പെൻ ഇത്രയും പ്രൊഡ്യൂസ് ചെയ്തു, 40,000 സെയിൽ ചെയ്തത് ഇത്രയാണ്. അപ്പോൾ ബാക്കി 4,000 അവിടെ ക്ലോസിങ്ങിൽ ഇരിപ്പുണ്ട്. നോർമൽ പെൻ 1,20,000 നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു, സെയിൽസ് ഒന്നും ഇവിടെ തന്നിട്ടില്ല. സെല്ലിംഗ് പ്രൈസ് സൂപ്പർ പെന്നിന് 30 രൂപ വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ഏതിൻ്റെ? സൂപ്പർ പെന്നിൻ്റെ കോസ്റ്റ് ഷീറ്റ് വേണം പ്രിപ്പയർ ചെയ്യാൻ. അതിനകത്ത് വർക്ക്സ് കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യണം, കോസ്റ്റ് പെർ യൂണിറ്റ് വേണം, ടോട്ടൽ കോസ്റ്റ് വേണം, പ്രോഫിറ്റ് പെർ യൂണിറ്റ് വേണം, ടോട്ടൽ പ്രോഫിറ്റ് വേണം. സോ ഇവിടെ നമ്മൾ 2 കോളം, എമൗണ്ട് കോളം 1 പോരാ, 2 വേണം. ടോട്ടൽ കോളവും പെർ യൂണിറ്റ് കോളവും വേണം. ആൻഡ് ഇത് സൂപ്പർ പെന്നിൻ്റെ മാത്രം കാര്യങ്ങളുമാണ്. സോ നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ കോസ്റ്റ് ഷീറ്റ് വരുന്നത്. അത് എങ്ങനെയാണ് വരുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ഷീറ്റ് എന്നുള്ളത് ഫോർ സൂപ്പർ പെൻ എന്നുള്ളത് കൊടുക്കുക. അതിന് എമൗണ്ട് കോളവും പെർ യൂണിറ്റ് കോളവും നമ്മൾ കൊടുത്തു. ഓക്കെ, ആദ്യം നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ എടുത്തു. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇവരെന്താ പറഞ്ഞിരിക്കുന്നത്? സൂപ്പർ പെന്ന് എന്ന് പറയുന്നത് നോർമൽ പെന്നിൻ്റെ ഡയറക്റ്റ് മെറ്റീരിയലിനേക്കാളും ട്വൈസ് ആണ് എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ വർക്കിംഗ് ഉണ്ട്, ശ്രദ്ധിക്കാം. അപ്പോൾ നോർമൽ പെന്നിനേക്കാളും
രണ്ടിരട്ടിയാണ് സൂപ്പർ പെന്നിൻ്റെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. അപ്പോൾ നോർമൽ പെന്നിനെ എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ രണ്ടിരട്ടി എന്ന് പറഞ്ഞാൽ 2x അല്ലേ സൂപ്പർ പെൻ. അപ്പോൾ നോർമൽ പെൻ എക്സ് ആണ്, സൂപ്പർ പെൻ 2x ആണ് ഡയറക്റ്റ് മെറ്റീരിയൽ. ദെൻ അവർ പറഞ്ഞിട്ടുണ്ട് എന്താണ് അവരുടെ ടോട്ടൽ ഡയറക്റ്റ് മെറ്റീരിയൽ അറിയാൻ വേണ്ടി നമ്മുടെ സൂപ്പർ പെന്നിന് എത്ര യൂണിറ്റ് ഉണ്ട്, എത്ര യൂണിറ്റ് അവർ പ്രൊഡ്യൂസ് ചെയ്തത് 40,000 ഇൻറ്റു 2x. സോ നോർമൽ പെൻ എത്ര യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്തത് 1,20,000. സോ 1,20,000 ഇൻറ്റു എക്സ്. അപ്പോൾ ടോട്ടൽ കിട്ടിയില്ലേ. ഇവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റാണ് ഈ എക്സ് എന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ നോർമൽ പെന്നിൻ്റെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിനെ എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ സൂപ്പർ പെന്നിന് എന്തായി 2x ആയി. അപ്പോൾ എത്ര യൂണിറ്റ് ഉണ്ടോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അവരുടെ വാല്യൂ കിട്ടില്ലേ, കിട്ടും. സോ നമ്മൾ എന്ത് ചെയ്യുക 40,000 ഇൻറ്റു 2x അതുപോലെ പ്ലസ് എന്താണ് 1,20,000 ഇൻറ്റു എക്സ് എന്നും നമ്മൾ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എങ്ങനെ വരും, നോർമൽ പെന്നിൻ്റെയും സൂപ്പർ പെന്നിൻ്റെയും റേഷ്യോ എങ്ങനെ വരും 3:2 അല്ലേ. 3:2 എന്നുള്ള റേഷ്യോ കിട്ടി, അല്ലെങ്കിൽ 2:3 എന്ന റേഷ്യോ കിട്ടി. ഇത് വെച്ചിട്ട് വേണം ഡിവൈഡ് ചെയ്യാൻ. ഈ തന്നിരിക്കുന്ന വാല്യൂ, ഈ തന്നിരിക്കുന്ന ഡയറക്റ്റ് മെറ്റീരിയൽ ഇവർക്ക് 2 പേർക്കും കൂടിയുള്ള ഡേറ്റയാണ്. ഇതിൽ നിന്ന് 2 പേർക്കും ഡിവൈഡ് ചെയ്തെടുക്കണം. അപ്പോൾ സൂപ്പർ പെന്നിന് എത്ര പോർഷനേ ഉള്ളൂ, 2 പോർഷനേ ഉള്ളൂ. അപ്പോൾ എന്താണ് 2/5 ചെയ്ത് നോക്കണം 8 ലാഖിൻ്റെ. സോ 8 ലാഖ് ഇൻറ്റു 2/5 ചെയ്യുമ്പോൾ സൂപ്പർ പെന്നിൻ്റെ ടോട്ടൽ എമൗണ്ട് കിട്ടും. സോ ആ 3,20,000 ഡിവൈഡഡ് ബൈ 40,000 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 8 പെർ യൂണിറ്റും കിട്ടും. എല്ലാത്തിനെയും 40,000 കൊണ്ട് ചെയ്താൽ മതി. 40,000 പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ അടുത്തെന്താ ഡയറക്റ്റ് ലേബർ. ഡയറക്റ്റ് ലേബർ എന്താ അവർ പറഞ്ഞിരിക്കുന്നത്, നോർമൽ പെന്നിൻ്റെ ഡയറക്റ്റ് ലേബർ സൂപ്പർ പെന്നിൻ്റെക്കാളും 60% ആണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, സൂപ്പർ പെന്നിനെ, ഇപ്പോൾ സൂപ്പർ പെന്നിൻ്റെ ഇത്ര പെർസെൻറ്റേജ് എന്നാണ്. അപ്പോൾ സൂപ്പർ പെന്നിനെ ആദ്യം നമ്മൾ y എന്ന് എടുക്കുകയാണെങ്കിൽ നോർമൽ പെൻ എന്താണ് y ഇൻറ്റു 60%. അപ്പോൾ 0.60y എന്നുള്ളത് കിട്ടും. അപ്പോൾ ടോട്ടൽ എങ്ങനെ എടുക്കാൻ പറ്റും, നോർമൽ പെന്നിന് 1,20,000 യൂണിറ്റിന് 0.6y കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. സൂപ്പർ പെന്നിന് 40,000 യൂണിറ്റിന് y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ റേഷ്യോ എങ്ങനെ വരും 9:5 അല്ലെങ്കിൽ 5:9 എന്ന് വരും. അപ്പോൾ ഇതിനകത്ത് സൂപ്പർ പെന്നിൻ്റെ എത്രയാണ് 5/14. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ടോട്ടൽ വാല്യൂവിൽ നിന്ന് അതായത് 4,48,000 ഇൻറ്റു 5/14 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡയറക്റ്റ് ലേബർ, സൂപ്പർ പെന്നിൻ്റെ ഡയറക്റ്റ് ലേബർ കിട്ടും. അതേ ഡിവൈഡഡ് ബൈ 40,000 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പെർ യൂണിറ്റും കിട്ടും. എത്ര 4. അപ്പോൾ ഇത് രണ്ടും ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസ് ഒന്നുമില്ല, ആഡ് ചെയ്യുമ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടി. ദെൻ ഇവിടെ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, പ്രൊഡക്ഷൻ ഓവർ ഹെഡാണ് 1,92,600. ഇവിടെ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 2 ആൾക്കാർക്കും സെയിം ആണ് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണത് ചെയ്യേണ്ടത്, 1,92,000 എന്ന് പറയുന്നത് ഇവർക്ക് ടോട്ടൽ ഉള്ളതാണ്. ആർക്കൊക്കെ, സൂപ്പർ പെന്നിനും നോർമൽ പെന്നിനും ടോട്ടൽ ഉള്ളതാണ്. ടോട്ടൽ എത്രയാണ് 40,000 യൂണിറ്റും 1,20,000 യൂണിറ്റും കൂടെ കൂട്ടുമ്പോൾ 1,60,000 യൂണിറ്റിനുള്ള പ്രൊഡക്ഷൻ ഓവർ ഹെഡാണ് 1,92,000 എന്ന് പറയുന്നത്. അതിൽ നിന്ന് സൂപ്പർ പെൻ എത്രയേ ഉള്ളൂ 40,000. സോ എന്ത് ചെയ്യുക 1,92,000 ഇൻറ്റു 40,000 ബൈ 160 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 48,000. ആ 48,000നെ എഗെയിൻ നമ്മൾ 40,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 1.2. അതാണ് എന്ത് ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ദെൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വർക്ക്സ് കോസ്റ്റ് കിട്ടും. ഓക്കെ. ഇവിടെ നമുക്ക് ഓപ്പണിംഗ്, ഫിനിഷ്ഡ്, അങ്ങനെ ക്ലോസിംഗ്, വർക്ക് ഇൻ പ്രോഗ്രസ് ഒന്നുമില്ല. സോ അതൊന്നും എടുക്കണ്ട, ഇത് തന്നെയാണ് ഫാക്ടറി കോസ്റ്റ്. അതിനോടൊപ്പം എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് തന്നിട്ടുണ്ട്. എത്രയാണ്, ഡയറക്റ്റ് ലേബറിൻ്റെ 200 വെച്ചിട്ടാണ്. ഇവിടുത്തെ ഡയറക്റ്റ് ലേബർ എത്രയാണ്, ഡയറക്റ്റ് ലേബർ സൂപ്പർ പെന്നിൻ്റെ ഡയറക്റ്റ് ലേബർ എത്ര 1,60,000. അതിൻ്റെ 200% എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അഡ്മിനിസ്ട്രേറ്റീവ് കിട്ടും. ആഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ഇതിനെല്ലാം 40,000 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് പെർ യൂണിറ്റും കിട്ടും. ഓക്കെ. പിന്നെ ഇവിടെ നമ്മൾ അടുത്ത് എന്താ ചെയ്യുന്നത്, ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യും, ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ചെയ്യും. ഇവിടെ ഫിനിഷ്ഡ് ഗുഡ്സിന് ഓപ്പണിംഗ് ഇല്ല, പക്ഷേ ക്ലോസിംഗ് ഉണ്ട്. കാരണം 40,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് 36,000 വിൽക്കുന്നുള്ളൂ, 4,000 അവർക്ക് ക്ലോസിംഗ് അല്ലേ. സോ 4,000 യൂണിറ്റിൻ്റെ ഇതെന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ ഈ 8,48,000 ശരിക്കുമുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. 40,000 യൂണിറ്റിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ് ഈ തന്നിരിക്കുന്നത് അല്ലേ. നമ്മൾ ഇതുവരെ 40,000 വെച്ചിൽ ഡിവൈഡ് ചെയ്തത്. സോ 40,000 യൂണിറ്റിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണിത്. അതിൽ നിന്നും 4,000 യൂണിറ്റ് ക്ലോസിംഗ് അല്ലേ. സോ 8,48,000 ബൈ 40,000 ഇൻറ്റു 4,000 ചെയ്യുമ്പോൾ നമുക്ക് ക്ലോസിങ്ങിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത് എന്ത് കിട്ടി, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി. അതിൻ്റെ കൂടെ നമ്മൾ സാധാരണ സെല്ലിങ്, ഡിസ്ട്രിബ്യൂഷൻ, സെക്കൻഡറി, അതുപോലെ ജനറൽ, അതൊക്കെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അതൊന്നുമില്ല, സെല്ലിംഗ് കോസ്റ്റ് ഉണ്ട്. അവർ പറഞ്ഞു 1 രൂപ വെച്ചിട്ടാണ് ഒരു യൂണിറ്റിന് വരുന്നത്. ഇവിടെ എത്ര യൂണിറ്റ് ഉണ്ട് 36,000. ഇവിടെ 3,60,000 അല്ല 36,000 മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ 36,000 ഇൻറ്റു 1, അപ്പോൾ 36,000 വരും. ഓക്കെ. അപ്പോൾ അത് നമ്മൾ കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആഡ് ചെയ്തപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടി. ദെൻ ഇവിടെ നമ്മളടുത്ത് സെയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് 30 രൂപ വെച്ചിട്ടാണ് സെല്ലിംഗ് പ്രൈസ് സൂപ്പർ പെന്നിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര യൂണിറ്റാണ് വിറ്റത് 36,000. സോ സെയിൽസ് കിട്ടി 36,000 ഇൻറ്റു 30, അപ്പോൾ സെയിൽ വാല്യൂ കിട്ടി.
ഇതും തമ്മിലുള്ള ഡിഫറൻസ്, കോസ്റ്റും സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ പ്രോഫിറ്റ് കിട്ടും. വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ, ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇതിലൊരു കാര്യമുള്ളൂ, മെറ്റീരിയലിൻ്റെ കാര്യം നോക്കാം. മെറ്റീരിയൽ എന്ന് പറയുന്നത് സൂപ്പർ പെന്നിൻ്റെത് നോർമൽ പെന്നിനേക്കാൾ ടോയ്സ് ആണ്. അപ്പോൾ നോർമൽ പെൻ എക്സ് എടുത്താൽ സൂപ്പർ പെൻ 2x ആവും. ദെൻ എന്ത് ചെയ്യുക, റേഷ്യോ എടുക്കുക. അതുപോലെ ലേബർ എന്ന് പറയുന്നത് സൂപ്പർ പെന്നിൻ്റെ 60% ആണ് നോർമൽ പെൻ. സോ സൂപ്പർ പെൻ y എന്നെടുത്താൽ നോർമൽ പെൻ y × 60%. ദെൻ അതെടുക്കുമ്പോഴും അതിൻ്റെ റേഷ്യോയും കിട്ടും, ഡിവൈഡ് ചെയ്യുക. ഓക്കെ, പ്രൊഡക്ഷൻ ഓവർഹെഡ് ടോട്ടലിനാണ്, അതിൽ നിന്ന് 40,000 എത്രയാണെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ, വളരെ സിമ്പിളാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ശ്രദ്ധിച്ചോളാം, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കാതെ വിട്ടുപോകരുത്. ബാക്കിയൊന്നും റോ മെറ്റീരിയലിനില്ലല്ലോ, അല്ലെങ്കിൽ വർക്കിംഗ് പ്രോഗ്രസ്സിനില്ലല്ലോ, അപ്പോൾ ഫിനിഷ്ഡിങ്ങും കാർഡില്ല എന്ന് പറഞ്ഞ് പോകരുത്. ശ്രദ്ധിക്കണം, 40,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, 36,000 സെയിൽ ചെയ്യുന്നുള്ളൂ. സോ 4,000 അവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളടാ. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Vipul Limited submit the following information on 31st March 2019. Sales, purchase, direct labor, inventory at the beginning. ഫിനിഷ്ഡിൻ്റെയും വർക്കിംഗ് പ്രോഗ്രസിൻ്റെയും ബിഗിനിങ്ങിൽ തന്നിട്ടുണ്ട്. മെറ്റീരിയൽ ഇൻവെൻട്രി പറഞ്ഞിട്ടുണ്ട്, ബിഗിനിങ് ആൻഡ് അതായത് റോ മെറ്റീരിയൽ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ്. ദെൻ ക്ലോസിങ്ങിലുള്ള വർക്കിംഗ് പ്രോഗ്രസ് ഫിനിഷ്ഡ് ഗുഡ്സ് തന്നിട്ടുണ്ട്. ഫാക്ടറി ഓവർഹെഡ് ഡയറക്റ്റ് ലേബറിൻ്റെ 60% ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് സെയിൽസിൻ്റെ 5%, സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ സെയിൽസിൻ്റെ 10%. ഇത് വെച്ച് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ഏറ്റവും ഫസ്റ്റ് ചെയ്ത ഇല്ലുസ്ട്രേഷനില്ലേ MNO ലിമിറ്റഡ്, അതിൻ്റെ സെയിം MNO LLP അങ്ങനെ എന്തൊരു ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, സെയിം ഡിറ്റോ ക്വസ്റ്റ്യൻ ആണ്. സോ പെട്ടെന്നൊന്ന് പറയാം. ഇവിടെ നമുക്ക് റോ മെറ്റീരിയലിൻ്റെ ഓപ്പണിംഗ് ഉണ്ട്, പർച്ചേസ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട്. ചെയ്തപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടി, ഡയറക്റ്റ് ലേബർ തന്നിട്ടുണ്ട്, എടുത്തു. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസസ് ഒന്നുമില്ല, അപ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടി. ദെൻ ഫാക്ടറി ഓവർഹെഡ് ലേബറിൻ്റെ എത്രയാണ്, 60%. ലേബർ എത്ര, 13 ലക്ഷം, അതിൻ്റെ 60%. അപ്പോൾ എന്ത് കിട്ടി, ഇവിടെ വർക്ക്സ് കോസ്റ്റ് ഉണ്ട്, ആരും വിട്ടുപോകരുത്, ഇവിടെ വന്നിട്ടില്ല, നിങ്ങളിവിടെ എഴുതിക്കൊള്ളുക, വർക്ക്സ് കോസ്റ്റ് ആഡ് ചെയ്യണേ. ദെൻ അതിൻ്റെ കൂടെ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആഡ് ചെയ്തു, ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ലെസ് ചെയ്തു. ദെൻ നമുക്ക് എന്ത് കിട്ടി, ഫാക്ടറി കോസ്റ്റ് കിട്ടി. നെക്സ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എത്രയാണ്, സെയിൽസിൻ്റെ 5%. ഇവിടെ സെയിൽസ് എത്ര, 55 lakhs. സോ 55 lakhൻ്റെ 5% ചെയ്തപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് കിട്ടി, ആഡ് ചെയ്തപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്തു, ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ചെയ്തു. ദെൻ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി. ദെൻ സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്താ പറഞ്ഞേക്കുന്നത്, സെയിൽസിൻ്റെ 10%, 55 lakhൻ്റെ 10% ആഡ് ചെയ്തപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടി. പ്രോഫിറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല, പക്ഷേ സെയിൽസ് ഉണ്ടല്ലോ 55 lakh, ഡിഫറൻസ് ഇതും കോസ്റ്റും സെയിൽസും ഡിഫറൻറ്റ് എടുക്കുമ്പോൾ പ്രോഫിറ്റ് കിട്ടും. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമ്മൾ MNO LLP ചെയ്ത അതേ ക്വസ്റ്റ്യനാണ്, സെയിം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. Z Limited manufactured and sold 200 typewriters in the year 2017. അപ്പോൾ 2017 200 ടൈപ്പ് അവർ പ്രൊഡ്യൂസ് ചെയ്തു, ദെൻ അവർ വിറ്റു. അപ്പോൾ ആ ഇയറിലുള്ള 2017 ട്രേഡിംഗ് P&L അക്കൗണ്ടാണ് താഴെ തന്നിരിക്കുന്നത്. ഇത് 200 യൂണിറ്റിൻ്റെതാണ്, ശ്രദ്ധിക്കുക. അവരുടെ റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ്, ഡയറക്റ്റ് വേജ്, മാനുഫാക്ചറിങ് ചാർജ്, സെയിൽസ്, ഗ്രോസ് പ്രോഫിറ്റ്, പിന്നെ കുറച്ച് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, സെല്ലിംഗ് എക്സ്പെൻസുകൾ, പിന്നെ അതുപോലെ ഗ്രോസ് പ്രോഫിറ്റ് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മളിനി എന്താ ചെയ്യേണ്ടത് നോക്കാം. ഇവിടെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. അടുത്ത 2018 എന്ന ഇയർ എടുക്കുമ്പോൾ 2017 ഡീറ്റെയിൽസാണ് തന്നത്, 200 ടൈപ്പ് റൈറ്റർ ആയിരുന്നു. 2018 എന്ന ഇയർ എടുക്കുമ്പോൾ ഔട്ട്പുട്ടും സെയിൽസും 300 ടൈപ്പ് റൈറ്ററായി മാറി, 100 ടൈപ്പ് റൈറ്ററുടെ കൂടി. പിന്നെ അവരുടെ മെറ്റീരിയലിൻ്റെ പ്രൈസ് 25% കമ്പയർ, അതായത് കഴിഞ്ഞ വർഷത്തെക്കാളും 25% ഇൻക്രീസ്ഡ് ആയി. വേജ് 10% കൂടി. മാനുഫാക്ചറിങ് ചാർജ് അവരുടെ മെറ്റീരിയലും വേജും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എത്രയാണോ അതിനനുസരിച്ച് മാനുഫാക്ചറിങ് ചാർജും കൂടി. സെല്ലിംഗ് എക്സ്പെൻസ് സെയിം തന്നെ, ഒരു മാറ്റവുമില്ല, അൺചേഞ്ച്ഡ് ആണ്. മറ്റ് എക്സ്പെൻസസ് ഒക്കെ ഇതിൽ ഒന്ന് അൺഎഫക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. 2018 വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ അവർ പറഞ്ഞിട്ടുണ്ട് പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസിൻ്റെ 10%. ഇത് വെച്ചിട്ട് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. സോ നോക്കാം, കോസ്റ്റ് ഷീറ്റാണ് 300 ടൈപ്പ് റൈറ്റേഴ്സിൻ്റെ ആണ്. അപ്പോൾ ഇവരിവിടെ ചോദിച്ചിട്ടുണ്ട് നമ്മളോട് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ എമൗണ്ട് പറയുന്നതിനോടൊപ്പം പെർ യൂണിറ്റും കൂടി ഇവിടെ ഒരു കോളം കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഡയറക്റ്റ് മെറ്റീരിയൽ എടുക്കാം. ഡയറക്റ്റ് മെറ്റീരിയൽ എത്രയാണ് വരുന്നത്, 1,20,000. ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് എന്താണ്, 25% ഇൻക്രീസ് ആയി. സോ 1,20,000 പ്ലസ് 25%. ഇത് എത്ര യൂണിറ്റിനാണ്, 200 യൂണിറ്റിൻ്റെ ഡീറ്റെയിൽസ് അല്ലേ, നമുക്ക് 300 യൂണിറ്റിനല്ലേ വേണ്ടത്. സോ ഡിവൈഡഡ് ബൈ 200 × 300 ചെയ്യുമ്പോൾ 2,25,000. അതാണ് എന്ത്, ശരിക്കും ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ എന്താ
പെർ യൂണിറ്റ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇത് മാത്രം മതിയെങ്കിൽ ഇത് മതി. ഇതവർ അഡീഷണൽ കൊടുത്തേക്കുന്നതാണ്. നിങ്ങൾ വേണമെങ്കിൽ പെർ യൂണിറ്റ് സ്കിപ്പ് ചെയ്തിട്ട് ഈ ടോട്ടൽ എമൗണ്ട് മാത്രം നോക്കിയാലും മതി. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ 1,20,000 ആണ്. അതിൻ്റെ കൂടെ 25% ആഡ് ചെയ്തു. അതിൻ്റെ ആ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് 200-ന് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടത് 300-നാണ്. സോ ഡിവൈഡഡ് ബൈ 200 × 300 ചെയ്തപ്പോൾ കിട്ടി. ദെൻ ഡയറക്റ്റ് വേജ് അവർ പറഞ്ഞു എത്രയാണ്, 1,80,000 ആണ്. അതവർ പറഞ്ഞു എത്ര കൂടിയിട്ടുണ്ട്, 10% കൂടിയിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക, പ്ലസ് 10%. അത് എത്രയ്ക്കാണ്, 200-നല്ലേ. സോ ഡിവൈഡഡ് ബൈ 200. നമുക്ക് വേണ്ട എത്രയ്ക്കാണ്, 300. സോ ഇൻറ്റു 300 ചെയ്യുമ്പോൾ 2,97,000. ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസസ് വല്ലതും ഉണ്ടോ, ഇല്ല. അപ്പോൾ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടി. ദെൻ ഫാക്ടറി ഓവർഹെഡ്, അതായത് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓവർഹെഡ് എന്നൊക്കെ പറയുന്നത്, അതെങ്ങനെയാണ് വന്നത് എന്നുള്ളത് നോക്കാം. അതായത് അവരവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, മാനുഫാക്ചറിങ് ഓവർഹെഡ് എത്ര, 75,000. അതെങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയലിൻ്റെയും വേജിൻ്റെയും കമ്പൈൻഡ് കോസ്റ്റ് എടുക്കുക, അതിന് ഇക്വേഷനായിട്ട് അതിന് ഈക്വലായിട്ടാണ് നമ്മളതിനെ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇൻക്രീസ് ആവുന്നതിനൊക്കെ മുമ്പുള്ള മെറ്റീരിയൽ വേജ് ടോട്ടൽ നോക്കുക. എത്ര, 1,20,000-ഉം 1,80,000 കൂടെ ടോട്ടൽ എടുക്കുമ്പോൾ 3 ലക്ഷമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 3 ലക്ഷത്തിനുള്ള 3 ലക്ഷം രൂപ കമ്പൈൻഡ് വരുമ്പോഴുള്ള മാനുഫാക്ചറിങ് വേജാണ് 75,000. നമുക്ക് വേണ്ടത് ഇപ്പോൾ കമ്പൈൻഡ് കൂടിയിട്ടില്ലേ, ഇപ്പോൾ മെറ്റീരിയൽ വേജും കൂടിയില്ലേ. അപ്പോൾ ഇപ്പോഴത്തെ കമ്പൈൻഡ് എടുക്കുമ്പോൾ 2,25,000 പ്ലസ് 2,97,000. അപ്പോൾ ഇപ്പോൾ എത്രയാണ്, 5,22,000 ആണ് നിലവിൽ ഇൻക്രീസ് ആയ കമ്പൈൻഡ് മെറ്റീരിയൽ ആൻഡ് വേജിൻ്റെ റേറ്റ്. മുമ്പ് എത്രയാണ്, 3 lakh ആണ്. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്നത് 3 lakhൻ്റെ വാല്യൂ ആണ്. നമുക്ക് അതിൽ നിന്ന് 5,22,000 എടുക്കണം. സോ 75,000 ഡിവൈഡഡ് ബൈ 3 lakh ഇൻറ്റു 5,22,000. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഫാക്ടറി ഓവർഹെഡ് കിട്ടി. ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി, ഫാക്ടറി കോസ്റ്റ് കിട്ടി. ക്ലിയർ. ദെൻ നമ്മൾ അടുത്ത് എന്താ, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് അല്ല ഓഫീസ് ഓവർഹെഡ് എന്നൊക്കെ പറയാം. ഇവിടെ നമുക്ക് അത് തന്നിട്ടുണ്ടോ, ഉണ്ട്. ഇതാ ഇവിടെ ഓഫീസ് ഓവർഹെഡ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നതിൽ നമ്മൾ എടുക്കേണ്ട വാല്യൂസ് ഇവിടെ 90,000, 30,000, 15,000. ഇത് മൂന്നും അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ഓഫീസിൽ വരുന്ന ഓവർഹെഡാണ്. സോ അത് മൂന്നും ആഡ് ചെയ്യാം. അത് മൂന്നും നമ്മളവിടെ എടുത്തു. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. ഇനി നമുക്ക് അടുത്തെന്താണ് പറഞ്ഞിരിക്കുന്നത്, കാരണം അവിടെ വേറൊരു എക്സ്പെൻസസിനെയും അഫക്റ്റ് ചെയ്യുന്നില്ല, റൈസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. സോ അതേപോലെ തന്നെ എടുത്തു. പിന്നെ മാറ്റം വരുന്നത് സെല്ലിംഗ് പ്രൈസിനും പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളുമില്ല. അവർ പറഞ്ഞിരിക്കുന്നത് 45,000, ഇൻക്രീസോ ഡിക്രീസോ ഒന്നുമില്ല. 45,000 200 യൂണിറ്റിനാണ്. സോ 45,000 ഡിവൈഡഡ് ബൈ 200 × 300 ചെയ്യുമ്പോൾ നമുക്ക് അത് കിട്ടും. ഇത് മൂന്നും ഒരു മാറ്റവും ഇല്ല, കാരണം അത് ഫിക്സഡ് നേച്ചറിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, അതേപോലെ തന്നെ എടുത്തു. സെല്ലിംഗ് പ്രൈസ് അവർ പറഞ്ഞിട്ടുണ്ട് എന്താണ്, റിമൈൻ അൺചേഞ്ച്ഡ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് പെർ യൂണിറ്റ് വിൽ റിമൈൻ അൺചേഞ്ച്ഡ്. പെർ യൂണിറ്റിൽ മാറ്റങ്ങളൊന്നും ഇല്ല എന്നവർ പറയുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യാം, അതും എടുത്തു. ഇവിടെ അതർ എക്സ്പെൻസസിന് പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളും ഇല്ല. അപ്പോൾ അതേപോലെ തന്നെ എടുത്തു. അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടി. അവർ പറയുകയാണ് സെയിൽസിന് പുറത്ത്, സെല്ലിംഗ് പ്രൈസിന് പുറത്ത് 10%. സോ സെല്ലിംഗ് പ്രൈസ് 100 എടുക്കുകയാണെങ്കിൽ അതിന് മുകളിൽ 10% പ്രോഫിറ്റ്. അപ്പോൾ കോസ്റ്റ് എത്ര, 90. അപ്പോൾ ഈ കിട്ടിയ പെർസെൻറ്റേജ് 8,55,000 എന്ന് പറയുന്നത് 90%. സോ ഇൻറ്റു 10 ചെയ്താൽ പ്രോഫിറ്റ് കിട്ടും. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ സെയിൽസ് കിട്ടും. ഇത്രയേ ഉള്ളൂ. പെർ യൂണിറ്റ് കോളം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇപ്പോൾ തന്നേക്കുന്ന 200-ൻ്റെ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ 200. നമുക്ക് വേണ്ടത് 300 ആണ്. സോ ഇൻറ്റു 300 ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഓഫീസ് ഓവർഹെഡ് 3 ഉണ്ട്. അത് 3 ആഡ് ചെയ്താൽ മതി. ഒരു മാറ്റങ്ങളും ഇല്ല. അതർ എക്സ്പെൻസസ് ഒരു എഫക്റ്റും വന്നിട്ടില്ല. സെല്ലിംഗ് എക്സ്പെൻസ് അവർ പറഞ്ഞിട്ടുണ്ട് പെർ യൂണിറ്റിൽ അൺചേഞ്ച്ഡ് ആണ്, അതായത് പ്രത്യേകിച്ച് മാറ്റില്ല. പെർ യൂണിറ്റിൽ മാറ്റങ്ങൾ ഇല്ല എന്നാണ് പറഞ്ഞത്. സോ നമ്മൾ ഒരു യൂണിറ്റിൻ്റെ ആദ്യം എടുക്കുക, ഡിവൈഡ് ബൈ 200 ഇൻറ്റു 300 ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓരോന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കി വായിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോളോയിങ് ഇൻഫർമേഷൻ, വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ വലിയ വലിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. നേരത്തെ ഇപ്പോൾ നമ്മൾ പഠിച്ച അതേ സെയിം മോഡൽ തന്നെ, പക്ഷേ കുറച്ചുകൂടെ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് GA ലിമിറ്റഡ് എന്നൊരു കമ്പനിയുടെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അവരുടെ പ്രൊഡക്ഷനും സെയിൽസും 20,000 യൂണിറ്റാണ്. അപ്പോൾ 20,000 യൂണിറ്റിൻ്റെ മെറ്റീരിയൽ, വേജ്, ഫാക്ടറി ഓവർഹെഡ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, ഇത്രയും കാര്യങ്ങൾ 20,000 യൂണിറ്റിൻ്റെ തന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ അവരുടെ സെയിൽ വാല്യൂവും തന്നിട്ടുണ്ട്. എന്നിട്ട് അവർ പറയുകയാണ് എന്താണ്, ഇത് 2017, അതായത് 16-17 എന്ന വർഷത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് 20,000 യൂണിറ്റിൽ. നെക്സ്റ്റ് അവർ അടുത്ത വർഷം 17-18 വന്നപ്പോൾ യൂണിറ്റ്സ് 30,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. മെറ്റീരിയൽ പ്രൈസ് 25% കൂടി. ദർ വിൽ ബി എ സേവിങ്സ് ഓഫ്, അപ്പോൾ റിവൈസ്ഡ് വാല്യൂവിന് പുറത്ത് 12% അവർക്ക് എന്തുണ്ടായി, ഒരു സേവിങ്സും ഉണ്ടായി. പിന്നെ വേജ് റേറ്റ് 20% കൂടി. ഫാക്ടറി ഓവർഹെഡ് 7,50,000. ഫാക്ടറി ഓവർഹെഡ് ടോട്ടൽ ഉള്ളത് ഇത്രയല്ല, അതിനകത്ത് 7,50,000 ഫിക്സഡ് ആണ്. ബാക്കി പോർഷൻ വേരിയബിൾ ആണ്. ഫിക്സഡ് അതേപോലെ എടുക്കും. വേരിയബിളിനെ അവരെന്ത് ചെയ്യും, എങ്ങനെ ഡിവൈഡ് ചെയ്യും, വേജിൻ്റെയും മെറ്റീരിയലിൻ്റെയും കോമ്പിനേഷൻ എടുത്തിട്ട് ആ പ്രൊപ്പോർഷനിൽ ഇത് ചെയ്യും.
ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ 20% കൂടി, സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ 20% കുറഞ്ഞു. പിന്നെ അതുപോലെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇത്രയും നേരം നമ്മൾ സെയിൽസിന് പുറത്തല്ലേ കമ്പ്യൂട്ട് ചെയ്തത്, ഇപ്പോൾ അവർ പറയുകയാണ് കോസ്റ്റിന് പുറത്ത് 5% പ്രോഫിറ്റും കൂടി ആഡായി. ലാസ്റ്റ് ഇയറിലെ കോസ്റ്റിന് പുറത്ത് 5% കൂടി പ്രോഫിറ്റ് ആയി, ലാസ്റ്റ് ഇയറിലെ കോസ്റ്റിന് പുറത്ത്. അപ്പോൾ ലാസ്റ്റ് ഇയറിലെ കോസ്റ്റ് നോക്കണം, എന്നിട്ട് അതിൻ്റെ ഒപ്പം എന്ത് ചെയ്തു, 5% ആഡായി. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ടോട്ടൽ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ബോത്ത് ഇൻ വാല്യൂ ആൻഡ് ഓൺ പെർ യൂണിറ്റ് ബേസ്. ഇവിടെ എടുത്ത് പറയുന്നുണ്ട് ടോട്ടൽ വാല്യൂവും പെർ യൂണിറ്റ് ബേസിസിലും വേണമെന്ന് എടുത്തവർ പറയുന്നുണ്ട്. സോ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തു നോക്കാം. സോ ആദ്യം നമുക്ക് ഓരോന്നായിട്ട് വളരെ സിമ്പിളായിട്ട് പതിയെ ഞാൻ പറയത്തുള്ളൂ, ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് കോസ്റ്റ് ഷീറ്റ് ഫോർ ദ ഇയർ എൻഡഡ് അല്ലെങ്കിൽ ഇയർ 2017-18 എന്നുള്ളത് എടുക്കാം. ഇവിടെ 30,000 യൂണിറ്റ്സ് ആണ് നമ്മുടെ മെയിൻ. അപ്പോൾ നമുക്കിവിടെ എമൗണ്ട് കോസ്റ്റും വേണം. അപ്പോൾ ഞാൻ വർക്കിങ്ങിന് ഒരു പ്രത്യേകം കോളം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ എടുത്തു. അവരെന്താ പറഞ്ഞത്, കഴിഞ്ഞ തവണ എത്രയാണ്, 30 ലക്ഷമാണ് ഉണ്ടായിരുന്നത്. അതിനോടൊപ്പം ഇപ്പം അവർക്ക് എത്ര കൂടി എന്നാണ് പറയുന്നത്, 25% കൂടി. സോ പ്ലസ് 25% ചെയ്യുക. പിന്നെന്താണ്, 12% അവർക്ക് സേവ് ആയി എന്ന് പറയുകയാണ്. അപ്പോൾ ബാക്കി 88% എടുക്കുക. സോ 12% സേവ് ആയല്ലോ, അപ്പോൾ ബാക്കി അൺസേവ്ഡ് പോർഷൻ എടുക്കുക. ഇതിനകത്ത് 12% സേവ്ഡ് ആയി, ബാക്കി അൺസേവ്ഡ് പോർഷൻ എടുക്കുക. സോ ഇൻറ്റു 88% അതെടുത്തു. പിന്നെന്താണ് അവരതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടിയ ആ വാല്യൂ എന്ന് പറയുന്നത് 20,000 യൂണിറ്റിനാണ്, നമുക്ക് വേണ്ടത് 30,000-നാണ്. സോ ഡിവൈഡഡ് ബൈ 20,000 ഇൻറ്റു 30,000 ചെയ്യണം. 30 ലക്ഷം ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ 25% ഇൻക്രീസ് ആയി. ആ ഇൻക്രീസ് ആയപ്പോൾ 12% സേവിങ്സ് ആയി. അൺസേവ്ഡ് പോർഷൻ മാത്രം എടുത്താൽ മതി. സോ ഇൻറ്റു 88%. അത് എത്രയ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ 20,000 യൂണിറ്റിൻ്റെ കാര്യമാണ്, നമുക്ക് വേണ്ടത് 30,000 ആണ്. സോ ഇൻറ്റു 30,000 ബൈ 20,000 ചെയ്യുമ്പോൾ ടോട്ടൽ വാല്യൂ നമുക്കവിടെ കിട്ടും. 49,50,000 ഡിവൈഡഡ് ബൈ 30,000 ചെയ്യുമ്പോൾ പെർ യൂണിറ്റ് വാല്യൂയും കിട്ടും. ക്ലിയർ. ഇനി അടുത്ത ഡയറക്റ്റ് വേജ് ഒരു 22,50,000 പറഞ്ഞിട്ടുണ്ട്. എത്ര കൂടിയിട്ടുണ്ട്, 20% പ്ലസ് 20%. അപ്പോൾ എത്രയായി, 27 lakh ആയി. അതും എത്രയ്ക്കാണ്, 20,000 യൂണിറ്റിന്. ഡിവൈഡഡ് ബൈ 20,000 ഇൻറ്റു 30,000 ചെയ്യുമ്പോൾ 40,50,000 പെർ യൂണിറ്റ് 135 വരും. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, പ്രൈം കോസ്റ്റ്. ദെൻ ഫാക്ടറി ഓവർഹെഡ് അവർ പറഞ്ഞിട്ടുണ്ട്, ടോട്ടൽ ഫാക്ടറി ഓവർഹെഡ് 20,62,500 ആണ്. അതിനകത്ത് 7,50,000 ഫിക്സഡ് ആണ്. ഫിക്സഡ് അതേപോലെ എടുക്കുക. ബാക്കി വേരിയബിൾ ആണ് 13,12,500 ആണ് ശരിക്കും വേരിയബിൾ പോർഷനിൽ വരുന്നത്. ഈ വേരിയബിളിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യും എന്നാണ് നമ്മൾ പറഞ്ഞത്, അവരുടെ കമ്പൈൻഡ് മെറ്റീരിയൽ ആൻഡ് വേജിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് പറഞ്ഞത്. അതിവിടെ നോക്ക്, ലാസ്റ്റ് ഇയറിലുള്ള കമ്പൈൻഡ് ഇതിൻ്റെ പുറത്ത് ചെയ്യണം. അതായത് 30 ലക്ഷം പ്ലസ് 22,50,000 രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 52,50,000 കിട്ടും. അതിന് പുറത്ത് വേണം നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെ ചെയ്യും എന്നുള്ളത് നോക്കാം. ഇപ്പോൾ കമ്പൈൻഡ് ആയത് എത്ര, 90. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും, ഫിക്സഡ് അതേപോലെ 750 അതേപോലെ എടുത്തു. പിന്നെ 750 ഡിവൈഡഡ് ബൈ 30,000 ചെയ്യുമ്പോൾ പെർ യൂണിറ്റ് കിട്ടും. ഓക്കെ, ബാക്കി വന്ന ആ പറഞ്ഞ വാല്യൂവിനെ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യും, 13,12,500 ഇൻറ്റു അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ 52,50,000 ഇൻറ്റു 90 lakh ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടും. മനസ്സിലായോ? അതായത് ഇത്തവണത്തെ മെറ്റീരിയൽ ആൻഡ് വേജിൻ്റെ ടോട്ടൽ എടുക്കുക, കഴിഞ്ഞ തവണത്തെ മെറ്റീരിയൽ ആൻഡ് വേജിൻ്റെ ടോട്ടൽ എടുക്കുക. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഒരു ഡിവൈഡ് ചെയ്യുക ഇൻറ്റു ഈ തവണത്തെ ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത അതേ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ. അപ്പോൾ ഫാക്ടറി കോസ്റ്റ് കിട്ടും. പിന്നെ ഇവിടെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞിട്ടുണ്ട്, എത്രയാണ്, 8,50,000. അത് ആഡ് ആയിട്ടുണ്ട് 20%. സോ പ്ലസ് 20% ചെയ്യുക. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ദെൻ സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ എത്ര ആഡ് ആയി, റെഡ്യൂസ്ഡ് ആയി, 20% റെഡ്യൂസ്ഡ് ആയി. എത്രയാണ് വാല്യൂ, 2,50,000. അത് 20% കുറഞ്ഞു. അത് എത്രയ്ക്കാണ് ശരിക്കും, 20,000-നാണ്. നമുക്ക് വേണ്ടത് 30,000-നാണ്. സോ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 3 lakh എന്ന് കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഫിക്സഡ് നേച്ചറിൽ വരുന്ന ഒരു ഇതാണ്. അപ്പോൾ അതിന് വേറെ പ്രത്യേകിച്ച് ഇൻറ്റു അത് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അതേപോലെ തന്നെ നമ്മൾ കൊടുത്താൽ മതി, ഇൻക്രീസ് മാത്രം കാണിച്ചാൽ മതി. പക്ഷേ സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മാറും. കാരണം അത് 20,000 യൂണിറ്റിനായിരുന്നു, ഇപ്പോൾ 30,000 ആയി. സോ അത് മാറും. മനസ്സിലായോ? ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അത് അതേപോലെ തന്നെ, മാറ്റങ്ങളില്ല, യൂണിറ്റ്സിനനുസരിച്ച് മാറുന്നില്ല. പക്ഷേ സെല്ലിംഗ് എക്സ്പെൻസ് മാറത്തില്ലേ, മാറും. സോ അതുകൊണ്ടാണ് ഇൻറ്റു 30,000 ബൈ 20,000 ചെയ്തത്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടി. അവർ പറയാണ് കോസ്റ്റിന് പുറത്ത്, കഴിഞ്ഞ തവണത്തെ കോസ്റ്റിന് പുറത്ത് 5% കൂടി ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യണം. എങ്ങനെ കഴിഞ്ഞ തവണത്തെ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യും, 1670 പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് ഓൺ കോസ്റ്റിന് പുറത്ത് കഴിഞ്ഞ തവണത്തെ പ്രോഫിറ്റ് എത്ര എന്നുള്ളതാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യാം. എങ്ങനെ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യും, ഇവിടെ സെയിൽസ് തന്നിട്ടുണ്ട്.
ഇതെല്ലാം കോസ്റ്റ് അല്ലേ, മെറ്റീരിയൽ കോസ്റ്റാണ്, വേജ് കോസ്റ്റാണ്, ഓവർ ഹെഡ് കോസ്റ്റാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഓവർ ഹെഡ് കോസ്റ്റാണ്, സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റാണ്, ഇത് ഇൻകമാണ്. സോ സെയിൽസിൽ നിന്ന് ആ കോസ്റ്റുകൾ ടോട്ടൽ ചെയ്തിട്ട്, ഇതുള്ള ഈ 5 കോസ്റ്റുകൾ ടോട്ടൽ ചെയ്ത് സെയിൽസിൽ നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടൂലേ, കിട്ടും. ആ പ്രോഫിറ്റാണ് ഏത് 16,82,500 എന്ന് പറയുന്നത് ആ പ്രോഫിറ്റാണ്. ഡിവൈഡഡ് ബൈ കോസ്റ്റ് എത്രയാണ്, ഈ പറഞ്ഞ വാല്യൂസ് 5 വാല്യൂ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് കോസ്റ്റ്. ഡിവൈഡ് ബൈ കോസ്റ്റ് ചെയ്യുമ്പോൾ കോസ്റ്റിന് പുറത്തുള്ള പ്രോഫിറ്റ് പെർസെൻറ്റേജ്, കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കിട്ടും 20%. അതിൻ്റെ കൂടെ 5% ഇത്തവണ കൂടി. അപ്പോൾ ഇത്തവണത്തെ കോസ്റ്റിന് പുറത്തുള്ള പെർസെൻറ്റേജ് എത്ര, 25. സോ 17-18 25% പ്രോഫിറ്റ് വരുന്നത്. എന്തിനു പുറത്ത്, ഓൺ കോസ്റ്റ്. അപ്പോൾ ഇതല്ലേ കോസ്റ്റ്. അപ്പോൾ ഇതിന് പുറത്ത് 25% എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും. ദെൻ അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, സെയിൽസ് കിട്ടും. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, പെർ യൂണിറ്റും കൂടി കമ്പ്യൂട്ട് ചെയ്ത് വേണം വരാനായിട്ട്. ഓക്കെ, ഡിവൈഡഡ് ബൈ 30,000 കൊടുത്താൽ മതി, അപ്പോൾ കിട്ടും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ അതേപോലെ തന്നെ ഒരു കാര്യം മാത്രമേ മാറിയുള്ളൂ. ഇവിടെ ഒരു റിവൈസ്ഡ് വാല്യൂ, ഒരു സേവിങ്സ് വന്നു എന്നുള്ളത്. അപ്പോൾ അൺസേവ്ഡ് പോർഷൻ മാത്രം എടുത്താൽ മതി. സേവിങ്സ് വന്നെങ്കിൽ പിന്നെ നമ്മളത് കോസ്റ്റ് കാണിക്കേണ്ടല്ലോ, അൺസേവ്ഡ് മാത്രമായിട്ട് എടുത്താൽ മതി. ഓക്കെ, ബാക്കിയൊക്കെ സെയിം ആണ്, അതേപോലെ തന്നെയാണ് വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വളരെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക, എങ്കിലും ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുവരെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിൾ കാൽക്കുലേഷൻസ് ആണ്, എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. പക്ഷേ ഇതും മനസ്സിലാവും, പക്ഷേ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് ഫോക്കസ് ചെയ്യുക കേട്ടോ. ദി ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ ടു സെഡ് ലിമിറ്റഡ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ എൻഡഡ് 31 March 2016. അപ്പോൾ കഴിഞ്ഞ 2016, ഓക്കെ 15-16 കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. മെറ്റീരിയൽ, വേജ്, പ്രൊഡക്ഷൻ ഓവർ ഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്, സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്, പിന്നെ ആ വർഷത്തെ സെയിൽസ് 10,000 യൂണിറ്റ്, അതിൻ്റെ വാല്യൂ. ഓപ്പണിംഗ് സ്റ്റോക്ക് ഒന്നുമില്ല, ക്ലോസിംഗ് സ്റ്റോക്ക് ഒരു 5,000 ഉണ്ട് ഫിനിഷ്ഡ് യൂണിറ്റ്സിൽ. ദെൻ വർക്ക് ഇൻ പ്രോഗ്രസ്സിന് ഓപ്പണിംഗ് ക്ലോസിംഗ് ഒന്നുമില്ല. ദെൻ അടുത്ത വർഷം 16-17 വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് പറയുകയാണ്. ഔട്ട്പുട്ട് വിൽ ഇൻക്രീസ് ബൈ 1/3. ഔട്ട്പുട്ട് എന്ത് ചെയ്തു, 1/3 ഇൻക്രീസ് ആയി. സെയിൽസ് ക്വാണ്ടിറ്റി 50% ഇൻക്രീസ് ആയി. അപ്പോൾ 50% ഇൻക്രീസ് ആയപ്പോൾ വീണ്ടും അഡീഷണൽ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ വന്നു. എത്ര, 1,45,200. ഇവിടെ അസ്യൂം ചെയ്യണം, കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ആണല്ലോ ഇത്തവണത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഇത്തവണത്തെ ഓപ്പണിംഗ് സ്റ്റോക്കിനെ വർഷം തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ സോൾഡ് ആക്കി എന്ന് അസ്യൂം ചെയ്യണം. ഓക്കെ, മെറ്റീരിയൽ പ്രൈസ് 5% കൂടി, വേജ് 5% കൂടി, ആൻഡ് ലേബർ എഫിഷ്യൻസി 4% കുറഞ്ഞു. വേരിയബിൾ ഓവർ ഹെഡ് അതേപോലെ കഴിഞ്ഞ വർഷത്തെ സെയിം അതേപോലെ തന്നെ. ഫിക്സ്ഡ് ഓവർ ഹെഡ് 25% കൂടി. പിന്നെ അസ്യൂം ദാറ്റ് പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ് യൂണിറ്റ് വെയർ അച്ചീവ്ഡ് ആസ് പെർ ദ ബഡ്ജറ്റ് ലാസ്റ്റ് ഇയർ ആൻഡ് വിൽ ബി എസ്റ്റിമേറ്റഡ്. കഴിഞ്ഞ വർഷത്തെ അതുപോലെയാണ് പ്രൊഡക്ഷൻ സെയിൽസ് ഒക്കെ അതേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ദെൻ അവരവരുടെ സെല്ലിംഗ് പ്രൈസ് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷത്തിലേക്ക് സെല്ലിംഗ് പ്രൈസ് 125 ആക്കി കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷം അവർ കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് വിൽക്കുന്ന സമയത്ത് ഈ പ്രൈസാണ് അവർ കൊടുക്കുന്നത്. ഈ പറഞ്ഞ 125 കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട് കോസ്റ്റ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. 16-17 കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇതിൽ നമ്മൾ ഇതുവരെ പറയാത്ത കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ ശ്രദ്ധിക്കാം. നോക്കാം കോസ്റ്റ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, കോസ്റ്റ് ഷീറ്റ് എഴുതും. ഫോർ 16-17 മെറ്റീരിയൽ എടുത്തു. മെറ്റീരിയൽ എത്രയാണ്, 3,45,000. അവരിവിടെ പറഞ്ഞിട്ടുണ്ട് 5% കൂടുന്നുണ്ടെന്ന് പറയുന്നു, അല്ലേ, 5% കൂടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഇവിടെ നേരത്തെ ചെയ്ത ക്വസ്റ്റിനകത്ത് നമ്മൾ ടൈപ്പ് റൈറ്ററിൻ്റെ അല്ലെങ്കിൽ 200 ടൈപ്പ് റൈറ്ററിൻ്റെ ഡീറ്റെയിൽ, അല്ലെങ്കിൽ നേരത്തെ ചെയ്ത ക്വസ്റ്റിനകത്ത് 20,000 യൂണിറ്റിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റിനകത്ത് യൂണിറ്റിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടോ, ഇല്ല. എത്ര യൂണിറ്റ് ആണ് എന്നുള്ള കാര്യം എടുത്തു പറയുന്നില്ല, പക്ഷേ അല്ലാതെ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇത് എത്ര യൂണിറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്, ഈ 2015-16 ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത് എത്ര യൂണിറ്റിന് പുറത്താണെന്ന് നമ്മൾ ആദ്യം കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കമ്പ്യൂട്ടേഷൻ കാര്യങ്ങളൊന്നും ഈ വർക്കിങ്ങിലില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഇത്രയും നേരം നമ്മൾ ചെയ്തപ്പോൾ 200 ടൈപ്പ് റൈറ്ററിൻ്റെ ഡീറ്റെയിൽ അല്ലെങ്കിൽ 20,000 യൂണിറ്റിൻ്റെ ഡീറ്റെയിൽ എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നുമില്ല, പകരം കുറച്ച് ഓപ്പണിംഗ് ക്ലോസിംഗ് അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. സോ ഇത് വെച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ എത്ര യൂണിറ്റിൻ്റെതാണെന്ന് ആദ്യം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ 15-16 ആദ്യത്തെ കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങൾ എത്ര യൂണിറ്റിൻ്റെതാണെന്ന് വേണം നമ്മൾ ആദ്യം എന്ത് ചെയ്യാനായിട്ട്, കമ്പ്യൂട്ട് ചെയ്യാനായിട്ട്. സോ നോക്കാം എങ്ങനെയാണ്. അവർ പറയുന്നുണ്ട് ആ വർഷം 15-16 കഴിഞ്ഞ വർഷം 10,000 യൂണിറ്റിൻ്റെ സെയിൽസ് അവർ നടത്തുന്നുണ്ടെന്ന് പറയുന്നു.
ആൻഡ് ഓൾസോ അവർക്ക് എത്ര യൂണിറ്റ് ഉണ്ട് ഫിനിഷ്ഡിൽ, ക്ലോസിങ്ങിൽ എത്ര ഉണ്ട്. അപ്പോൾ സെയിൽസ് 10,000 നടത്തി, ഫിനിഷ്ഡിൽ ഇനി എത്ര കൂടി ബാക്കിയുണ്ട്, 5,000 കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് 15,000 യൂണിറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ തന്നിരിക്കുന്നതെല്ലാം. ഈ തന്നിരിക്കുന്നത് ഫുള്ള് 15,000 യൂണിറ്റിൻ്റെ ആണ്. കഴിഞ്ഞ വർഷം 10,000 സെയിൽസ് നടത്തി, 5,000 ബാക്കി ഫിനിഷ്ഡിൽ ക്ലോസിങ്ങും ഉണ്ട്. അപ്പോൾ ടോട്ടൽ 15,000 യൂണിറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഈ വർഷം എത്രയാണ് എന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ വർഷം 15,000 ആണ്, ഈ വർഷം എത്രയാണ് എന്ന് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. ഇവർ പറഞ്ഞത് നോക്കിക്കേ, ഈ വർഷം ഔട്ട്പുട്ട് 1/3 ഇൻക്രീസ്ഡ് ആയി ആൻഡ് സെയിൽസ് ക്വാണ്ടിറ്റി 50% ഇൻക്രീസ്ഡ് ആയി. അപ്പോൾ നോക്കുക, സെയിൽസ് ക്വാണ്ടിറ്റി കഴിഞ്ഞ വർഷം 10,000 അല്ലേ, ഇത്തവണ അത് 50% കൂടി എന്ന് പറയുമ്പോൾ എത്രയായി, 15,000. ഔട്ട്പുട്ട് 1/3 ഇൻക്രീസ്ഡ് ആയി. അപ്പോൾ ഈ 15,000ൻ്റെ 1/3 അതായത് 5,000 ഇൻക്രീസ്ഡ് ആയി. അപ്പോൾ ടോട്ടൽ എത്ര, 5,000. സോ ഇത്തവണ ടോട്ടൽ എത്രയാണ് യൂണിറ്റ് ഉള്ളത്, 20,000 യൂണിറ്റ് ഉണ്ട്. അതിനോടൊപ്പം ഓപ്പണിംഗ് സ്റ്റോക്ക് 5,000 ഉണ്ട്. അങ്ങനെ ടോട്ടൽ 25,000 യൂണിറ്റ് ഉണ്ടായിരുന്നു. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ആദ്യമേ അങ്ങ് വിറ്റു, അതുകൊണ്ട് ബാക്കി 20,000 യൂണിറ്റാണ് ഈ വർഷം ഉള്ളത്. കഴിഞ്ഞ വർഷത്തെ 15,000 യൂണിറ്റ് 15,000 യൂണിറ്റിൻ്റെ ഡീറ്റെയിൽസാണ് തന്നിരിക്കുന്നത്. ഈ വർഷം 20,000 യൂണിറ്റ് ഉണ്ട്. എങ്ങനെ 20,000 വന്നു? ഓക്കെ ഓക്കെ അപ്പോൾ ലാസ്റ്റ് ഇയറിലെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് സെയിൽ ചെയ്ത 10,000-ഉം പിന്നെ ഫിനിഷ്ഡിലുള്ള 5,000 കൂടി കൂട്ടിയിട്ട് 15,000 യൂണിറ്റാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ഈ വർഷം കറണ്ട് ഇയറിൽ യൂണിറ്റ്സ് എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഓപ്പണിങ്ങിൽ ഒരു 5,000 ഉണ്ടായിരുന്നു, അതവിടെ ഇരിക്കട്ടെ. പിന്നെ അവർ പറയുന്നു കഴിഞ്ഞ വർഷത്തെ സെയിൽസിൻ്റെ കൂടെ, കഴിഞ്ഞ വർഷത്തെ സെയിൽസ് 10,000 അല്ലേ, അതിൻ്റെ കൂടെ 50% ഇത്തവണ കൂടി. മാത്രമല്ല ഇതിൻ്റെ 1/3 ഇൻക്രീസ് ആവുകയും ചെയ്തു. ഓക്കെ, ഇതിൻ്റെ 1/3 ഇൻക്രീസ് ആവുകയും ചെയ്തു ഇതിനോടൊപ്പം. അപ്പോൾ നമുക്ക് എങ്ങനെ വരുമെന്ന് നോക്കാം. അതായത് 5,000 ഔട്ടർ കോളത്തിൽ കിടക്കട്ടെ, 10,000ത്തിൻ്റെ കൂടെ 50% കൂടുമ്പോൾ 15,000, അതിനോടൊപ്പം 15,000ത്തിൻ്റെ 1/3 കൂടി ആഡായി. അപ്പോൾ എത്ര ആയി ടോട്ടൽ, 5,000 പ്ലസ് 15,000 പ്ലസ് 5,000. അപ്പോൾ ടോട്ടൽ എത്രയായി, 25,000 ആയി. അപ്പോൾ ഇത്രയാണ് ഇത്തവണത്തെ യൂണിറ്റ്. പക്ഷേ അവർ പറയുന്നുണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ആ തുടക്കത്തിൽ തന്നെ ഓപ്പണിങ്ങിലുള്ള ആ 5,000 വിൽക്കുന്നുണ്ട് എന്ന് പറയുന്നു. സോ ഈ തവണ എത്ര യൂണിറ്റ്സേ ഉള്ളൂ, 20,000 യൂണിറ്റ്സേ ഉള്ളൂ. ക്ലിയർ? അപ്പോൾ കഴിഞ്ഞ വർഷം 15,000 യൂണിറ്റ് ഉണ്ടായിരുന്നു, ഇത്തവണ അത് എത്രയേ ഉള്ളൂ, 20,000 യൂണിറ്റ്സ് ഉള്ള. എങ്ങനെയാണ് ആ 20,000 വന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. 5,000 കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ആണല്ലോ ഇത്തവണത്തെ ഓപ്പണിംഗ്. അപ്പോൾ ആ ഓപ്പണിംഗിൽ 5,000 അതുപോലെ ഉണ്ട്. പിന്നെ 10,000ത്തിൻ്റെ കൂടെ 50% ആഡായി, പിന്നെ അതിൻ്റെ 1/3 ആഡായി. അപ്പോൾ ടോട്ടൽ എത്ര ആയി, 25,000 ആയി. ആ ഓപ്പണിംഗ് ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വിൽക്കുന്നുണ്ട്. ബാക്കി 20,000 യൂണിറ്റ്സ് ആണ് നമുക്ക് ഈ വർഷം ഉള്ളത്. സോ അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മെറ്റീരിയൽ എത്ര, 3,45,000. അവർ പറയുന്നുണ്ട് എത്ര കൂടി, 5% കൂടി. സോ 3,45,000 പ്ലസ് 5% ഇൻറ്റു ഇത് എത്രയാണ്, 20,000ത്തിൻ്റെ നമുക്ക് വേണ്ടത്. സോ ഇൻറ്റു 20,000 ഡിവൈഡ് ബൈ 15,000. അപ്പോൾ കിട്ടിയല്ലോ, കിട്ടി. ഡയറക്റ്റ് വേജ് എത്രയാണ്, 3,90,000. അവർ പറയുന്നുണ്ട് 5% കൂടിയിട്ടുണ്ട്. സോ 3,90,000 പ്ലസ് 5% എത്രയ്ക്കുള്ളതാണ്, ഡിവൈഡ് ബൈ 15,000. നമുക്ക് വേണ്ട എത്ര, 20,000. സോ ഇൻറ്റു 20,000. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്, എന്താണ്, അവരുടെ ലേബർ എഫിഷ്യൻസി, ടോട്ടൽ ലേബർ എഫിഷ്യൻസി 4% കുറഞ്ഞു. സോ നമ്മൾ എന്ത് ചെയ്യുക, 1/96% കൂടെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട്, അതായത് നമുക്ക് ലേബർ എഫിഷ്യൻസി കുറഞ്ഞു, അപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇത് മാത്രം നമ്മൾ എടുത്താൽ മതി, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലേബർ ഇത് മാത്രം എടുത്താൽ മതി, വേജ് മാത്രം എടുത്താൽ മതി. അപ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടും. ദെൻ പ്രൊഡക്ഷൻ ഓവർഹെഡ്, പ്രൊഡക്ഷനിൽ എത്രയാണ് വരിക, ഓക്കെ, ഇവിടെ പ്രൊഡക്ഷനിൽ അവർ ഇത്രയും 2,40,000 പറയുന്നുണ്ട്. അതിനകത്ത് 75% ഫിക്സഡ് ആണ്, അതായത് 1,80,000 ഫിക്സഡ് ആണ്. സോറി 75% വേരിയബിൾ ആണ്, 25% ഫിക്സഡ് ആണ്. അപ്പോൾ 2,40,000 അല്ലേ, 2,40,000 25%.
അപ്പോൾ 2,40,000 25% ഫിക്സഡ് ആണ്, അതായത് 60,000. അതിൻ്റെ കൂടെ അവർ പറയുന്നുണ്ട് ഫിക്സഡിൻ്റെ 25% ആഡായി, സോ പ്ലസ് 25%, ഇപ്പോൾ 75,000. വേരിയബിൾ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? വേരിയബിൾ ഓവർ ഹെഡ് സെയിം ആണെന്ന് പറയുകയാണ്. സെയിം എന്ന് പറയുമ്പോൾ 2,40,000 75% എന്ത് വേരിയബിൾ. അപ്പോൾ 1,80,000 അത് 15,000 യൂണിറ്റ്സിനല്ലേ, ഡിവൈഡ് ബൈ 15,000 ഇൻറ്റു 20,000. ഓക്കെ, അടുത്തത് അപ്പോൾ നമുക്ക് ഫാക്ടറി കോസ്റ്റ് കിട്ടി. ഇതിന് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് എടുത്തു. അത്രയാണ് ടോട്ടൽ 1,20,000. അതിൽ 75% ഫിക്സഡ് ആണ്, അതായത് 90,000. അതിൻ്റെ കൂടെ 25% ആഡായി. അപ്പോൾ എത്ര? സോറി ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോറി, ഇവിടെ ശ്രദ്ധിക്കുക, ഫിക്സഡ് ഓവർ ഹെഡ് എന്നല്ല, ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് മാത്രമേ 25% കൂടിയിട്ടുള്ളൂ. സോ അഡ്മിനിസ്ട്രേറ്റീവിൽ കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ടോട്ടൽ 1,20,000 ആണ്. അതിൻ്റെ 75% ഫിക്സഡ് ആണ്, അതെടുത്തു. ബാക്കിയുള്ള പോർഷൻ നമ്മൾ ഇൻറ്റു 20,000 ബൈ 15,000 വെച്ച് ഡിവൈഡ് ചെയ്തെടുത്തു. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. ഇവിടെ എന്തുണ്ട്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെത് ആദ്യം ചെയ്യണം. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ നമുക്ക് വേണ്ടേ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വേണം. ഈ തന്നിരിക്കുന്നത് ക്ലോസിംഗ് ഈ വർഷത്തതല്ലേ, അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെത് നമുക്ക് വേണം. അപ്പോൾ ഇതിൻ്റെ എന്താണ്? ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ടോട്ടൽ റിമൈനിങ് എത്രയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഓപ്പണിങ്ങിൻ്റെ തന്നെ നോക്കാം. ഓപ്പണിങ്ങിൻ്റെ, അതായത് ഈ തന്നിരിക്കുന്ന വാല്യൂ ഈ വർഷത്തതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്പണിംഗ് സ്റ്റോക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ലാസ്റ്റ് ഇയർ 15,000 യൂണിറ്റിനുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കമ്പ്യൂട്ട് ചെയ്യണം. എങ്ങനെ? ഈ പറഞ്ഞ മെറ്റീരിയൽ ആഡ് ചെയ്യുക, വേജ് ആഡ് ചെയ്യുക, നമ്മുടെ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യുക, ദെൻ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ഡയറക്റ്റ് മെറ്റീരിയലും വേജും ആഡ് ചെയ്യുമ്പോൾ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യുമ്പോൾ ഫാക്ടറി കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് ആഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അത് ഇവർ ജസ്റ്റ് ആ ഒരു ഫോർമാറ്റിൽ എഴുതാതെ ഇങ്ങനെ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർമാറ്റിൽ എഴുതാം വർക്കിംഗ് നോട്ടിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? കഴിഞ്ഞ വർഷത്തെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്ര യൂണിറ്റ്സിനുള്ളതാണ്? 15,000 യൂണിറ്റ്സിന് ഉള്ളതാണ്. നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? 5,000. സോ ഇൻറ്റു 5,000 ബൈ 15,000. അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെത് കിട്ടി. ദെൻ ക്ലോസിംഗ് ഫിനിഷ്ഡ് സ്റ്റോക്ക് എത്രയാണെന്ന് നോക്കണം. നമുക്ക് ടോട്ടൽ ഇപ്പോൾ 20,000 യൂണിറ്റ്സ് ആണ് ഉണ്ടായിരുന്നത് അല്ലേ? അതിനകത്ത് നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര വരുന്നുള്ളത് അത് ഇവിടെ വർക്കിംഗ് കണ്ട് കാണിക്കാം. അതായത് ആദ്യം നമുക്ക് ഓപ്പണിംഗ് 5,000 ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 20,000 നമുക്ക് ഈ തവണ ആഡായി. ഈ തവണ 20,000 യൂണിറ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് നിന്ന് കഴിഞ്ഞ വർഷത്തെ 15,000 കുറച്ചാൽ ബാക്കി 10,000 യൂണിറ്റാണ് ക്ലോസിംഗിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യണ പോലെ ഓപ്പണിങ്ങിലത് വാല്യൂ, അതിൻ്റെ കൂടെ അഡീഷൻസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ഈ വർഷത്തത് അതിൽ നിന്ന് നമ്മൾ സെയിൽ ചെയ്തത് കുറയ്ക്കുമ്പോഴല്ലേ നമുക്ക് ക്ലോസിങ്ങിൻ്റെത് വരിക അല്ലേ? അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് 5,000 ആണ്, നമ്മുടെ ഈ തവണത്തത് 20,000 ആണ്, സെയിൽ ചെയ്തത് 15,000 ആണ് കഴിഞ്ഞ വർഷത്തെ. അപ്പോൾ നമ്മൾ ലെസ് ചെയ്തപ്പോൾ 10,000 യൂണിറ്റ് കിട്ടി. സോ ക്ലോസിംഗ് സ്റ്റോക്ക് 10,000 ആണ് വരുന്നത്. സോ ഇൻറ്റു 10,000 ബൈ, അതായത് ഇത്തവണത്തെ ക്ലോസിംഗ് ഇല്ലേ, ഇത്തവണത്തെ കോസ്റ്റ് പ്രൊഡക്ഷൻ ഇല്ലേ, അതിന് മുകളിൽ ഇൻറ്റു 10,000 ബൈ 20,000. അപ്പോൾ നമുക്ക് ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് കിട്ടും. ലെസ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷനിൽ അവർ പറഞ്ഞിട്ടുണ്ട് എത്രയാണ് വാല്യൂ? 1,60,000. അതിൻ്റെ പകുതി ഫിക്സഡ് ആണ്. ഫിക്സഡ് അതുപോലെ തന്നെ കൊടുത്തു. പിന്നെ അവർ ഒരു അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് അഡീഷൻ വന്നിട്ട് പറയുന്നുണ്ട്. അത് ഫിക്സഡ് നേച്ചറാണ്, സെയിൽസിന് പ്രൊമോഷന് വേണ്ടി ഉണ്ടായതല്ലേ. സോ അത് ആഡ് ചെയ്തു, അത് കിട്ടി. ദെൻ വേരിയബിൾ നമ്മൾ ഇൻറ്റു 50,000 ബൈ 10,000 നമ്മളെടുത്തു. കാരണം എന്തുകൊണ്ടാണ് 10,000 നമ്മൾ എടുക്കാനായിട്ട് കാരണം നമ്മളിവിടെ എത്ര യൂണിറ്റ് സെല്ല് ചെയ്തോളൂ? 10,000 യൂണിറ്റ് സെല്ല് ചെയ്തോളൂ. സോ ഡിവൈഡഡ് ബൈ 10,000. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടി. കാരണം 20,000 യൂണിറ്റ് ഉണ്ടായതിൽ 10,000 ക്ലോസിംഗ് സ്റ്റോക്ക് പോയില്ലടാ, ബാക്കി 10,000 നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ 10,000-നുള്ളത് എടുത്തു. 10,000-ൻ്റെ വാല്യൂ ആണ് ഇതുള്ളത്. അത് ഇൻറ്റു 15,000 നമ്മൾ എടുത്തു. ഓക്കെ, അത് ചെയ്തു. ദെൻ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടി. ദെൻ സെയിൽസ് അവർ പറയുന്നുണ്ട് 125 എന്നുള്ളത്. അപ്പോൾ 15,000 യൂണിറ്റാണ് സെയിൽസ് ക്വാണ്ടിറ്റി. അതായത് 10,000 ഉണ്ടായിരുന്ന യൂണിറ്റ് 25% ആഡായപ്പോൾ 50% ആഡായപ്പോൾ 15,000, അതിന് 125 രൂപ വെച്ചിട്ട് സെയിൽ വാല്യൂ കിട്ടി. ഡിഫറൻസ് എടുക്കുമ്പോൾ പ്രോഫിറ്റ് കിട്ടും. ക്ലിയർ അല്ലേ? ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ അതുവരെ നമുക്ക് എല്ലാം 15-20 അത് വെച്ച് ചെയ്യാം. പക്ഷേ സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ആലോചിച്ച് നോക്കുക. അവർ പറയുന്നുണ്ട് എന്താണ്? സെയിൽസ് ക്വാണ്ടിറ്റി 50% ഇൻക്രീസ്ഡ് ആയി. ഔട്ട്പുട്ട് അല്ല, സെയിൽസ് മാത്രമേ എടുക്കാവൂ. സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സെയിൽസ് മാത്രമേ എടുക്കാം. സെയിൽസ് 10,000 യൂണിറ്റ് ഉണ്ടായിരുന്നത് 50% ആഡ് ചെയ്തു, 15,000 യൂണിറ്റ് ആയി. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്നത് 10,000 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. കാരണം 10,000 യൂണിറ്റ് നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ളൂ. സോ ഇൻറ്റു 15,000 ചെയ്യുമ്പോൾ കിട്ടും.
ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ബാക്കിയുള്ളതൊന്നും ചെയ്യണ പോലെയല്ല, സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ ആക്ച്വൽ സെയിൽസ് ചെയ്ത യൂണിറ്റ് മാത്രമേ എടുക്കാവൂ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻ കിട്ടും. വളരെ സിമ്പിളാണ്, പക്ഷേ ഇതിനകത്തൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് ഇതാണ്. ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ ഈ ഒരു എഫിഷ്യൻസിയുടെ കാര്യം അതും ശ്രദ്ധിക്കണം. ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ളത് എടുക്കേണ്ട ആവശ്യമില്ല, എഫിഷ്യൻറ്റ് മാത്രം എടുത്താൽ മതി. സോ അതുകൊണ്ടാണ് 1/96% ചെയ്യുന്നത്. ക്ലിയർ? ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Following particulars are revealed from the cost records of Miss Jupiter and Company Limited. Production 15,000 യൂണിറ്റ് ആണ് ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ മെറ്റീരിയൽ, ലേബർ, ഫാക്ടറി ഓവർഹെഡ്, ഓഫീസ് ഓവർഹെഡ്, സെല്ലിംഗ് എക്സ്പെൻസ്, സെല്ലിംഗ് പ്രൈസിന് മുകളിൽ 25% പ്രോഫിറ്റും ആണ്. നൗ ദി മാനേജ്മെൻറ്റ് ഡിസൈഡ് ടു പ്രൊഡ്യൂസ് 15,000 യൂണിറ്റിൽ നിന്ന് മാറി 20,000 യൂണിറ്റിലേക്ക് അവർ വരികയാണ് 2015. അവിടെ റോ മെറ്റീരിയൽ കോസ്റ്റ് 25% ഇൻക്രീസ് ആയി, ലേബർ കോസ്റ്റ് 15% ഇൻക്രീസ് ആയി, 50% ഓഫ് ഓവർഹെഡ് കോസ്റ്റ് ഫിക്സഡ് ആണ് ആൻഡ് റെസ്റ്റ് വേരിയബിൾ ആണ്. സെല്ലിംഗ് എക്സ്പെൻസ് 25% ഡിക്രീസ്ഡായി, കുറഞ്ഞു. മറ്റ് റേറ്റ് ഓഫ് പ്രോഫിറ്റിലൊന്നും വ്യത്യാസമില്ല. കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക ഫോർ 2014 and 15. 2 വർഷവും 14-ൽ 15,000 യൂണിറ്റാണ്, 15-ൽ 20,000 യൂണിറ്റാണ്. അപ്പോൾ 2 വർഷത്തെയും എന്ത് ചെയ്യാം, കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. സോ നോക്കാം. അപ്പോൾ നമ്മൾ 2014 കൊടുത്തു, 15 കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു വർക്കിംഗ് വരുന്നതുകൊണ്ട് വർക്കിംഗ് കൂടെ കൊടുത്തു. ആദ്യം മെറ്റീരിയൽ 3 lakh. ഇവർക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്, മെറ്റീരിയലിൻ്റെ കൂടെ 25% ആഡായി. സോ 3 lakh + 25%. ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ 15,000 യൂണിറ്റിനുള്ള വാല്യൂ ആണ്, നമുക്കിപ്പോൾ 20,000-നാണ് വേണ്ടത്. സോ എന്ത് ചെയ്യുക, ഇൻറ്റു 20,000/15,000. അതുപോലെ വേജ് 1,80,000, 15% ആഡായി, അതും 15,000 യൂണിറ്റിൻ്റെതാണ്. സോ ഇൻറ്റു 20,000 ചെയ്തപ്പോൾ കിട്ടി, പ്രൈം കോസ്റ്റ് കിട്ടി. ഫാക്ടറി ഓവർഹെഡ് 1,20,000 ആണ്, അതിൽ ഫിക്സഡ് പോർഷൻ 60,000 ആണ്. അപ്പോൾ 60,000 അതേപോലെ എടുത്തു. വേരിയബിൾ എന്ന് പറയുന്നത് 60,000 ഇൻറ്റു 20,000/15,000. ഓക്കെ, അത് ചെയ്യുക. ദെൻ ഫാക്ടറി കോസ്റ്റ് കിട്ടി. ഓഫീസ് ഓവർഹെഡ് എന്ന് പറയുന്നത് 60,000 ആണ്, അതിനകത്ത് 30,000 ഫിക്സഡ് ആണ്, ഫിക്സഡ് അതേപോലെ എഴുതി. വേരിയബിളിനകത്ത് 30,000 ഇൻറ്റു 20,000/15,000. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. സെല്ലിംഗ് എക്സ്പെൻസ് 15,000 ആണ്, അവരതിൽ പറയുന്നുണ്ട് 15,000 75% കുറഞ്ഞു എന്നുള്ളത്. സോ കുറഞ്ഞു എന്നല്ലേ പറയുന്നത്, സോറി 25% കുറഞ്ഞു. സോ 15,000-ൽ നിന്ന് 25% കുറയ്ക്കുക, ഇൻറ്റു 20,000 ഡിവൈഡഡ് ബൈ 15,000 ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ 15,000 കിട്ടും. സോ ടോട്ടൽ കോസ്റ്റ് കിട്ടി. then അവർ പറയുകയാണ് പ്രോഫിറ്റ് എന്താണ്, സെയിൽസിന് പുറത്ത് 25%. സോ കോസ്റ്റ് എന്താണ്, 75 ആണ്, പ്രോഫിറ്റ് 25 ആണ്, ഇത് 100 ആണ്. അപ്പോൾ ഈ കോസ്റ്റ് എന്ന് പറയുന്നത് 75% സോ ഡിവൈഡഡ് ബൈ 75 ഇൻറ്റു 25 ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കോസ്റ്റ് കിട്ടുന്നു. ഓക്കെ, ഇതിന് പുറത്ത്, ഇവിടെ ഇതിന് പുറത്ത് ചെയ്യാം. അപ്പോൾ സെയിൽസ് നമുക്ക് ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് കിട്ടും. അങ്ങനെ 2 വർഷത്തതും ചെയ്യും. ഇവിടെ ഒന്നുമില്ല, ഡയറക്റ്റ് ആ വാല്യൂസ് ഇട്ടാൽ മതി. ഇവിടെ മാത്രമേ വർക്കിംഗ് ഉള്ളൂ. 15% ഇൻക്രീസ്, 25% ഇൻക്രീസ് ആയി. ആൻഡ് ഓൾസോ അത് 15,000 യൂണിറ്റിൻ്റെതാണ്, നമുക്ക് 20,000 വേണം 15-ലാവുമ്പോൾ. അതുപോലെ വേജും ചെയ്തു. ഇവിടെ വരുമ്പോഴും അതുപോലെ വേരിയബിളിന് മാത്രം ട്രീറ്റ്മെൻറ്റ് ഉള്ളൂ. ഇവിടെ സെല്ലിംഗ് എക്സ്പെൻസ് 25% കുറഞ്ഞു. സോ ആ കുറഞ്ഞ വാല്യൂ കുറച്ചിട്ട് ബാക്കി എടുക്കുക. ദെൻ ഇവിടെ ഇതിന് പുറത്ത് കമ്പ്യൂട്ട് ചെയ്യുക, ഇതിന് പുറത്ത് കമ്പ്യൂട്ട് ചെയ്യുക. ക്ലിയർ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ഇത് മുതൽ പറയുന്നത്, അപ്പോൾ ഇതുവരെ നമ്മൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇനി മുതൽ പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, ശ്രദ്ധിക്കാം. മിസ് PQR ലിമിറ്റഡ് സബ്മിറ്റ് ദി ഫോളോയിങ് ഇൻഫർമേഷൻ ഓൺ 31 March 2023. സെയിൽസ്, പർച്ചേസ്, ഡയറക്റ്റ് ലേബർ, ഇൻവെൻട്രീസ്, ഓപ്പണിംഗ് ഉള്ള ഫിനിഷ്ഡ് ഗുഡ്സ് വർക്ക് ഇൻ പ്രോഗ്രസ്, പിന്നെ ബിഗിനിങ്ങിലുള്ളത് റോ മെറ്റീരിയൽസിൻ്റെത്, പിന്നെ എൻഡിലുള്ള വർക്ക് ഇൻ പ്രോഗ്രസ് ഫിനിഷ്ഡ് ഗുഡ്സ്, ഫാക്ടറി ഓവർ ഹെഡ്, അഡ്മിനിസ്ട്രേറ്റീവ്, സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം നമ്മൾ ആ ഒരു MNO LLP ക്വസ്റ്റ്യൻ പഠിച്ചതും അല്ലാതെ അത് കഴിഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഐ തിങ്ക് സിനോക്സ് ലിമിറ്റഡ് അങ്ങനെ എന്തോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ സെയിം എക്സാക്റ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ഇയറിൽ വന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ആൻസർ ആഡ് ചെയ്തിട്ടില്ല, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ പോലും ഒരു മാറ്റം പോലും വാല്യൂസിന് വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് എഴുതിയെടുക്കുക, ചെയ്ത് നോക്കുക. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Sun and Moon Limited is a leading hardware manufacturing startup. It manufactured and sold 200 കമ്പ്യൂട്ടേഴ്സ് ആണ് അവർ 2022-ൽ മാനുഫാക്ചർ ചെയ്ത് വിറ്റത്. അപ്പോൾ ആ വർഷത്തെ ട്രേഡിംഗ് P&L തന്നിട്ടുണ്ട്. ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചതാണ്. അത് നോക്കൂ, കാണിക്കാം. ഇതേ സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നമ്മൾ 200 ടൈപ്പ് റൈറ്റർ എന്ന് പറഞ്ഞ് പഠിച്ച അതേ സെയിം ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ പ്രീവിയസ് ഇയറിൽ വന്നതാണ്. നോക്കുക, അതേപോലെ തന്നെ വന്നതാണ്. അവിടെ നമുക്ക് 1,20,000, 1,80,000 അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു 0 കൂടെ കൂടി 12 lakh, 18 lakh അങ്ങനെ ആക്കി. ബാക്കിയൊക്കെ സെയിം ആണ്, സെയിം അതേപോലെയാണ് വന്നേക്കുന്നത്. ഇത് അവിടെ എല്ലാം തന്നിട്ടുണ്ട്. ദെൻ ഇവിടെ ഔട്ട്പുട്ട് 300 ആക്കി മാറ്റി, പ്രൈസ് 25 കൂട്ടി, വേജ് 10% കൂട്ടി, മാനുഫാക്ചറിങ് അവരുടെ കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് വേജിനനുസരിച്ചിട്ടാണ്. സെല്ലിംഗ് പ്രൈസിന് മാറ്റമില്ല, മറ്റ് എക്സ്പെൻസസിനൊന്നും മാറ്റമില്ല. കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക, സെല്ലിംഗ് പ്രൈസ് കമ്പ്യൂട്ട് ചെയ്യുക. 20% സെല്ലിംഗ് പ്രൈസ് സെയിം നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ അതേപോലെ വന്നതാണ്.
അതിൻ്റെ ആൻസർ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെയാണ്. മെറ്റീരിയലിൻ്റെ കൂടെ 25 ആഡ് ചെയ്തു, ഇൻറ്റു 300/200, വേജിന് 10% ആഡ് ചെയ്തു, പ്രൈം കോസ്റ്റ് കിട്ടി. പിന്നെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ 7,50,000. അതെന്ന് പറഞ്ഞാൽ നമ്മൾ മെറ്റീരിയൽ ആൻഡ് വേജിൻ്റെ കമ്പൈൻഡ് ഇത് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തത് 30 ലക്ഷമാണ്, ഇത്തവണത്തത് 52,20,000. സോ അതിന് വെച്ചിട്ട് നമ്മൾ ചെയ്തു. ഫാക്ടറി കോസ്റ്റ് കിട്ടി, അതിനകത്ത് 3 നമ്മൾ പറഞ്ഞു അഡ്മിനിസ്ട്രേറ്ററിൽ വരുന്നതാണ്, അതെടുത്തു. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. സെല്ലിംഗ് എക്സ്പെൻസിനകത്ത് ഇൻറ്റു 300/200 ചെയ്യണം. പിന്നെ പ്രോഫിറ്റ് സെയിൽസിന് മുകളിൽ എന്താണ് 20%. അപ്പോൾ സെയിൽസ് 100 ആണെങ്കിൽ പ്രോഫിറ്റ് 20, കോസ്റ്റ് 80. സോ ഈ കിട്ടിയത് 80% ഇൻറ്റു 100 ചെയ്താൽ മതി, ഇൻറ്റു 20 ചെയ്താൽ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് കിട്ടും. വളരെ സിമ്പിളാണ്. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റിൻ്റെ ഡിറ്റോ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പ്രീവിയസ് ഇയർ രണ്ടും നമ്മൾ പഠിച്ച ക്വസ്റ്റിൻ്റെ ഡിറ്റോ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The following data are available from the books and records of Rohini Limited. ഇതും പ്രീവിയസ് ഇയർ ആണ്. ഓക്കെ, ഫോർ ദ മന്ത് ഓഫ് 2023. ഡയറക്റ്റ് ലേബർ കോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് സെയിൽസ് കാര്യങ്ങൾ പറയുന്നു. ദെൻ ഓപ്പണിംഗ് ഡേറ്റ് 1 ഓഗസ്റ്റ് 2023, 31 ഓഗസ്റ്റ് 2023. അതായത് ഒരു മന്തിൻ്റെ ഓപ്പണിംഗ് ബിഗിനിങ്ങും എൻഡിങ്ങും ആണ്. അപ്പോൾ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്ങിലുള്ള റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ് എല്ലാം തന്നിട്ടുണ്ട്. സെല്ലിംഗ് എക്സ്പെൻസ്, ജനറൽ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ഇതെല്ലാം തന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ എടുത്തു പറയുന്നുണ്ട്, ഇവിടെ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് നോട്ട് റിലേറ്റഡ് ടു പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതല്ല, സോ ജനറലാണ്. ഇത് വെച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ കമ്പ്യൂട്ട് ചെയ്യാൻ ഉള്ളതാണ്. അതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ആദ്യം നമ്മൾ ആഡ് ചെയ്തു, പർച്ചേസ് ആഡ് ചെയ്തു, അതവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. ദെൻ അപ്പോൾ ഇവിടെ ഒരു കാര്യം എന്ന് പറയാനുള്ളത്, ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനുള്ളത് കോസ്റ്റ് ഷീറ്റാണ്. പക്ഷെ നമുക്കിവിടെ പർച്ചേസിൻ്റെ കാര്യങ്ങൾ പറയുന്നില്ല. നോക്കാം ക്ലോസിങ് ഇത് നിങ്ങൾ വിട്ടേക്കാം. ഈ ഇതിൽ ഓപ്പണിംഗ് നിങ്ങൾ എഴുതാം, പർച്ചേസ് വിടാം, ക്ലോസിങ് എഴുതി ഇവിടെ നമുക്ക് കിട്ടത്തില്ല. നമ്മളിത് ശരിക്കും പറഞ്ഞാൽ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കാണ് ശരിക്കും ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യനകത്തൊന്നും കോസ്റ്റ് ഓഫ് സെയിൽസ് നമുക്ക് തന്നിട്ടില്ലല്ലോ, നമ്മൾ കമ്പ്യൂട്ട് ചെയ്യല്ലേ ചെയ്തത്. പക്ഷേ ഈ ക്വസ്റ്റ്യനകത്ത് കോസ്റ്റ് ഓഫ് സെയിൽസും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇത് ബാക്കിൽ നിന്ന് മുകളിലേക്കാണ്, താഴെ നിന്ന് മുകളിലേക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം കോസ്റ്റ് ഓഫ് സെയിൽസ് എഴുതി, എത്ര 4 lakh തന്നിട്ടുണ്ട്, 4 lakh. സെയിൽസ് എഴുതി 5 lakh. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് 1 lakh. ഇവിടെ നിന്ന് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതിനെ ഡയറക്റ്റ് നേരെ ഓപ്പോസിറ്റായിട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം കോസ്റ്റ് എഴുതി, സെയിൽസ് എഴുതി, പ്രോഫിറ്റ് കിട്ടി. സെല്ലിംഗ് എക്സ്പെൻസ് അവർ പറഞ്ഞിട്ടുണ്ട് 22,000. നമ്മളെപ്പോഴും ആഡല്ലേ ചെയ്യുന്നത്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, കോസ്റ്റ് നിന്ന് ലെസ് ചെയ്യണം. അപ്പോൾ നമുക്കിത് കിട്ടും. ദെൻ നമ്മളടുത്ത് ഇവിടെ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് പറഞ്ഞിട്ടില്ലേ, ജനറൽ, അത് അത് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതിൽ നിന്ന് നമ്മൾ ക്ലോസിങ് സാധാരണ ലെസ് അല്ലേ, അതിവിടെ ആഡ് ചെയ്യണം. ഓപ്പണിംഗ് സാധാരണ ആഡല്ലേ, ഇവിടെ ലെസ് ചെയ്യണം. കാരണം നമ്മൾ ബേക്കിൽ നിന്ന് മുകളിലേക്കാണ് പോകുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്തെല്ലാം ലെസ് ചെയ്യണം, ലെസ് ചെയ്തെല്ലാം ആഡ് ചെയ്യണം. സോ ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. പിന്നെ അതുപോലെ ഇത് ഓരോന്നും ചെയ്താൽ മതി. അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ബാക്കി ബാലൻസിങ് ഫിഗറായിട്ട് വരുന്നതാണ് പർച്ചേസ്. ചെയ്ത് നോക്കിയാൽ അത് വളരെ സിമ്പിളാണ്, ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഒരു കാര്യം പറയുന്നത് ശ്രദ്ധിക്കാനുള്ളത്, ഒരു ക്വസ്റ്റ്യനകത്ത് നമുക്ക് സാധാരണ കോസ്റ്റ് ഓഫ് സെയിൽസ് തരില്ല. ഒരു ക്വസ്റ്റ്യനകത്ത് കോസ്റ്റ് ഓഫ് സെയിൽസ് തന്നിട്ടുണ്ടെങ്കിലും മനസ്സിലാക്കുക, ഇത് ബാക്കിൽ നിന്ന് മുകളിലേക്കും ഡൗൺവേർഡ്സിൽ നിന്ന് മുകളിലേക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനകത്തൊന്നും അതില്ല, അപ്പോൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അതിനെ എടുത്ത് പറഞ്ഞു തന്നതാണ്, താഴെ നിന്ന് മുകളിലേക്ക് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പർച്ചേസ് ബാലൻസിങ് ഫിഗറായിട്ട് വരും. ആൻഡ് ഓൾസോ നമുക്കിതിൽ വേണ്ട പ്രൈം കോസ്റ്റ്, വർക്ക് കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, കോസ്റ്റ് ഓഫ് സെയിൽസ്, പ്രോഫിറ്റ്, ഇതെല്ലാം നമുക്കിവിടെ തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് ചെയ്യുക, ഒന്നുകിൽ എല്ലാം സ്മോൾ ലെറ്റർ എഴുതിയിട്ട് ഈ മെയിൻ റിക്വയർമെൻ്റ് ഇല്ലേ, അതായത് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന പ്രൈം, വർക്ക്സ്, അതൊക്കെ ക്യാപിറ്റൽ ലെറ്ററിൽ കാണിക്കാം. അപ്പോൾ കുറച്ചും കൂടി ഹൈലൈറ്റ് ആവും. ഓക്കെ, അല്ലാതെ നിങ്ങളെല്ലാം ഒരേപോലെ എഴുതി കഴിഞ്ഞാൽ ആ എക്സാം വാല്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെട്ടെന്ന് അവർക്കും കൂടി ഒരു കുറച്ചും കൂടി ഇതാവും, നല്ലൊരു പ്രസൻറ്റേഷനാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സ്മോൾ ലെറ്ററിൽ ബാക്കി കൊടുത്തിട്ട് ഈ മെയിൻ റിക്വയർമെൻറ്റ് ചോദിച്ചിരിക്കുന്നു, പ്രൈം കോസ്റ്റ്, വർക്ക്സ് കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, കോസ്റ്റ് ഓഫ് സെയിൽസ് ഇതൊക്കെ ക്യാപിറ്റലിൽ കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ വരിക. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും, ഇവിടെ പർച്ചേസാണ് ബാലൻസിങ് ഫിഗർ വരിക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. നമ്മൾ ഇതുവരെ ആഡ് ചെയ്തതെല്ലാം ലെസ് ചെയ്തതെല്ലാം ആഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് പ്രീവിയസ് ഇയർ ആണ്, ഈ കഴിഞ്ഞ അറ്റംപ്റ്റിൽ വന്നതാണ്. ദി ഫോളോയിങ്, അതായത് ഡിസംബർ 2024 വന്ന ക്വസ്റ്റ്യനാണ്. ദി ഫോളോയിങ് ഫിനാൻഷ്യൽ പാരാമീറ്റേഴ്സ് ഓഫ് സോൺ ലിമിറ്റഡ് ആർ അവൈലബിൾ ഫോർ ദ മന്ത് ഓഫ് സെപ്റ്റംബർ. ഡയറക്റ്റ് ലേബർ തന്നിട്ടുണ്ട്, ഫാക്ടറി ഓവർ ഹെഡിൻ്റെ 120% ആണ്.
റോ മെറ്റീരിയൽ പർച്ചേസ്, സെയിൽസ്, കോസ്റ്റ് ഓഫ് സെയിൽസ്. മനസ്സിലായോ? രണ്ടും തന്നിട്ടുണ്ട്. ദെൻ റോ മെറ്റീരിയലിൻ്റെ ഓപ്പണിംഗ് ക്ലോസ്, വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഓപ്പണിംഗ് ക്ലോസിംഗ്, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഓപ്പണിംഗ് ക്ലോസിംഗ്, സെല്ലിംഗ് എക്സ്പെൻസ്, ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഇവിടെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെട്ടതല്ല എന്ന് പറയുകയാണ്. ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കാം. നമ്മളിതാ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ എക്സാക്റ്റ് ഡിറ്റോ ക്വസ്റ്റ്യനാണ് വന്നേക്കുന്നത്. അതേപോലെ സെയിം, ഒരു മാറ്റവും ഇല്ല, സെയിം അതേപോലെ നമുക്ക് തന്നേക്കാണ്. എമൗണ്ട്സിൽ പോലും മാറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്തുകൂടെ? ചെയ്യാം. ഓക്കെ, ഞാൻ ആൻസർ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ബാലൻസിങ് ഫിഗറായിട്ട് വരുന്നത് പർച്ചേസ് ആണ്, ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നമ്മുടെ ജൂൺ 2024 വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ജൂൺ 2024 വന്ന എക്സാം ക്വസ്റ്റ്യൻ ആണ്. സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ രോഹിണി ലിമിറ്റഡ് എന്ന ക്വസ്റ്റ്യൻ്റെ ഡിറ്റോയാണ്. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ചെയ്തു നോക്കുക. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല, താഴേന്ന് മുകളിലേക്ക് ചെയ്യുക. കാരണം കോസ്റ്റ് ഓഫ് സെയിൽസും തന്നിട്ടുണ്ട്, അതുകൊണ്ട് ചെയ്യുക. അപ്പോൾ പർച്ചേസ് ബാലൻസിങ് ഫിഗറായിട്ട് കിട്ടും. നിങ്ങൾക്ക് റെഫർ ചെയ്യാനായിട്ട് ആൻസർ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് അതർ എക്സ്പെൻസ് എന്ന് പറയുന്നതാണ് ശരിക്കും ബാലൻസിങ് ഫിഗർ വരിക. ഇവിടെ ഞാൻ അതർ എക്സ്പെൻസ് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഈ ക്വസ്റ്റിനകത്ത് പർച്ചേസ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റിനകത്ത് നമുക്ക് പർച്ചേസ് തന്നിട്ടില്ല. സോ പർച്ചേസ് ആണ് ബാലൻസിങ് ഫിഗർ വന്നത്. ഈ ക്വസ്റ്റിനകത്ത് പർച്ചേസ് തന്നിട്ടുണ്ട്. അപ്പോൾ ചെയ്ത് വരുമ്പോൾ ബാലൻസിങ് ഫിഗർ എന്തായിട്ട് വരും എന്നറിയോ? അതർ എക്സ്പെൻസ് ആയിട്ട് വരും. അത് ചെയ്ത് നോക്കുക. അതായത് ഇതുവരെ നിങ്ങൾ നോർമൽ വേയിൽ മുകളിൽ നിന്ന് താഴേക്ക് തന്നെ ചെയ്യുക. ഈ ക്വസ്റ്റിനകത്ത് നിങ്ങൾ സാധാ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എല്ലാം ഇട്ടിട്ട് അതേപോലെ തന്നെ ചെയ്ത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വരെ അതേപോലെ കൊണ്ടുവരിക. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് എഴുതുക, സെല്ലിംഗ് എഴുതുക. ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, ഇവിടെ വെച്ചേക്കുക. എന്നിട്ട് കോസ്റ്റ് ഓഫ് സെയിൽസ് എഴുതുക, സെയിൽസ് എഴുതുക. അപ്പോൾ പ്രോഫിറ്റ് കിട്ടുമല്ലോ. സോ ഇതിൻ്റെ കൂടെ നമ്മൾ സാധാരണ ആഡ് ചെയ്യുന്ന വാല്യൂസ് ആണല്ലോ, അത് ലെസ് ചെയ്യുമ്പോൾ ബാലൻസിങ് നമുക്ക് എന്ത് കിട്ടും? അതർ എക്സ്പെൻസ് കിട്ടും. കാരണം ഇവിടെ പർച്ചേസ് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോർമൽ വേയിൽ ചെയ്താൽ മതി, മുകളിൽ നിന്ന് താഴേക്ക് ചെയ്താൽ മതി. എന്നിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്തുമ്പോൾ നിർത്തിയിട്ട് എന്ത് ചെയ്യുക? കോസ്റ്റ് ഓഫ് സെയിൽസും എഴുതി പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യുക? താഴേന്ന് മുകളിലേക്ക് ചെയ്യുമ്പോൾ ബാലൻസിങ് ഫിഗർ ഇത് കിട്ടും. നേരത്തെ ഇതിൽ പർച്ചേസ് തന്നിട്ടില്ല, അപ്പോൾ പർച്ചേസ് ബാലൻസിങ് ഫിഗർ വരും. ചെയ്ത് നോക്കിയാൽ മതി, മനസ്സിലാവും. സിമ്പിളാണ്. ആൻസർ നിങ്ങൾക്ക് ഒരു ചെറിയ ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്തത്. ഓക്കെ, അതിൽ 120% ഓഫ് ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുന്നുണ്ട്. ഫാക്ടറി ഓവർ ഹെഡ് എത്രയാണ്? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടല്ലോ. ഫാക്ടറി ഓവർ ഹെഡ് ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലേബർ കോസ്റ്റ് 1,20,000 ആണ്. ആ 1,20,000 ത്തിൻ്റെ 120% ആണ് ഫാക്ടറി ഓവർ ഹെഡ്. അപ്പോൾ നമുക്ക് ഫാക്ടറി ഓവർ ഹെഡ് എങ്ങനെ കണ്ടുപിടിക്കാം? 120% ഓഫ് ഫാക്ടറി ഓവർ ഹെഡ് ഈസ് ഇക്വൽ ടു 1,20,000. ഇപ്പോൾ ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇത് ഡിവൈഡഡ് ബൈ 120 ചെയ്യുമ്പോൾ ഫാക്ടറി ഓവർ ഹെഡ് കിട്ടും. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. സിമിലർ ആയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ലെങ്തി ആക്കേണ്ട ആവശ്യമില്ലല്ലോ, ഒന്ന് ചെയ്ത് നോക്കിയാൽ കിട്ടും. ഓക്കെ, അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഡിസംബർ 2024 വന്നതാണ്. നോക്കുക. PQR ആൻഡ് കമ്പനി ഈസ് എൻ അഡ്വർടൈസിങ് ഏജൻസി. ഇത് നമ്മൾ ഇതുവരെ പഠിച്ച പോലെയല്ല, തീർത്തും ഡിഫറെൻ്റ് ആണ്. ശ്രദ്ധിക്കുക, വളരെ സിമ്പിളുമാണ്. ഓക്കെ, അവർക്കൊരു കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ബിൽ ഓഫ് മെറ്റീരിയലാണ് ആ കൊട്ടേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. പേപ്പർ 20 റീംസ് അറ്റ് 2,200 പെർ റീം. ഓക്കെ, 20 റീം ആണുള്ളത്. ഇങ്ക്, അതർ പ്രിൻറ്റിംഗ് മെറ്റീരിയൽസ്, ബൈൻഡിങ് മെറ്റീരിയൽ, മറ്റ് കൺസ്യൂമബിൾസ്, അതൊക്കെ തന്നിട്ടുണ്ട്. ദെൻ ഇവിടെ പറയുന്നൊരു സം ഫോട്ടോഗ്രാഫി ഈസ് റിക്വയർഡ് ഫോർ ദ ജോബ്. ഈ ജോബിന് കുറച്ച് ഫോട്ടോഗ്രാഫി ആവശ്യമാണ്. ഏജൻസി ഡസ് നോട്ട് ഹാവ് എ ഫോട്ടോഗ്രാഫർ. അവർക്കൊരു എംപ്ലോയി ആയിട്ടൊരു ഫോട്ടോഗ്രാഫർ അവരുടെ കയ്യിലില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? പുറത്തുനിന്ന് ഒരാളെ എടുക്കാമെന്ന് വിചാരിച്ചു. 20,000 രൂപ പേ ചെയ്തുകൊണ്ട് ഒരാളെ പുറത്തുനിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ estimated job card prepared by production department specifies that the service of following employees will be required. അതായത് ഈ പറഞ്ഞ ഇവർ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ അവർക്കൊരു കൊട്ടേഷൻ കിട്ടി. ഒരു അഡ്വർടൈസിങ് ഏജൻസിയാണ്, അവർക്കൊരു കൊട്ടേഷൻ കിട്ടി. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇവർക്കൊരു ഫോട്ടോഗ്രാഫറിനെ വേണം. ഇവരുടെ കയ്യിൽ ഫോട്ടോഗ്രാഫർ ഇല്ല. പുറത്തുനിന്ന് ഒരാളെ എടുക്കാൻ വിചാരിച്ചു. 20,000 രൂപ കൊടുത്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പറയുകയാണ്, ഈ ഫോട്ടോഗ്രാഫർ വേണം, ഇത്രയും മെറ്റീരിയൽ വേണം, മാത്രമല്ല ഈ പറഞ്ഞ എംപ്ലോയീസിൻ്റെ എല്ലാം, താഴെ പറയുന്ന എംപ്ലോയീസിൻ്റെ എല്ലാം വർക്കും കൂടി ആവശ്യമാണ്, സർവീസും കൂടി ആവശ്യമാണ്. ആരൊക്കെ? ആർട്ടിസ്റ്റിൻ്റെ കാര്യം വേണം, ആർട്ടിസ്റ്റിൻ്റെ ഒരു 80 അവർ വേണം, കോപ്പി റൈറ്ററിൻ്റെ 75 അവർ വേണം, ക്ലയൻറ്റ് സർവീസിങ്ങിൻ്റെ 30 അവർ വേണം. ഇത്രയും ആൾക്കാരുടെ ഇത്രയും മണിക്കൂർ വേണം. ഓരോ ഹവറിനും എത്ര റേറ്റ് എന്നുള്ളതും പറയുന്നുണ്ട്. പെർ മന്തിലുള്ള റേറ്റൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ പ്രൈമറി പാക്കിംഗ് മെറ്റീരിയൽ എത്ര വേണം എന്നുള്ളത് 6,000 റുപ്പീസിന് വേണം. പ്രൊഡക്ഷൻ ഓവർ ഹെഡ് പ്രൈം കോസ്റ്റിൻ്റെ 40% ആണ്. പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ 20% ആണ് സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ. 25 ദിവസമാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഒരു ദിവസം 6 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. അവർ 20% ആണ് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് കാണിക്കുക എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്.
ഇങ്ങനെയാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് കൊട്ടേഷൻ പ്രൈസ്. ഇവിടെ കൊട്ടേഷൻ പ്രൈസല്ലേ കമ്പ്യൂട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ കോസ്റ്റ് ഷീറ്റ് ഫോർ കമ്പ്യൂട്ടേഷൻ ഓഫ് കൊട്ടേഷൻ പ്രൈസ് എന്നോ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻ ഓഫ് കോസ്റ്റ് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇത് എഴുതുക. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, റോ മെറ്റീരിയൽസ് എഴുതുക. റോ മെറ്റീരിയൽസ് എന്ന് ഈ രീതിക്ക് പ്രസൻറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ രീതിക്ക് പ്രസൻറ്റ് ചെയ്യുക. നമ്മൾ ഇതുവരെ പഠിച്ചതിന് കുറച്ച് വ്യത്യാസമാണ്. റോ മെറ്റീരിയൽ പേപ്പർ റീംസ് എടുത്തു, 20 റീമിന് 2200 വെച്ചിട്ട് അതെടുത്തു. ഇങ്ക് ആൻഡ് അതർ പ്രിൻറ്റിംഗ് മെറ്റീരിയൽ അതെടുത്തു. ബൈൻഡിങ് മെറ്റീരിയൽ കൺസ്യൂമബിൾസ് എടുത്തു. പ്രൈമറി പാക്കിംഗ് കോസ്റ്റ് 6000. അപ്പോൾ ടോട്ടൽ ആയില്ലേ. ദെൻ ലേബർ എടുക്കുന്നു. ലേബറിനകത്ത് ഫോട്ടോഗ്രാഫറിന് 20000. ദെൻ ആർട്ടിസ്റ്റിന് 80 ഹവറാണ് ആർട്ടിസ്റ്റിൻ്റെത് വേണ്ടത്. അപ്പോൾ അവർ പറയുകയാണ് എന്താണ്, ഒരു ദിവസം 6 മണിക്കൂർ, അങ്ങനെ 25 ദിവസമായപ്പോൾ 150 മണിക്കൂർ. അപ്പോൾ 150 മണിക്കൂറിൽ 80 മണിക്കൂറാണ് ആര് വർക്ക് ചെയ്യുന്നത്, ആർട്ടിസ്റ്റ്. സോ 80/150 ഇൻറ്റു എന്ത് ചെയ്യുക, 18000. കോപ്പി റൈറ്റർ 150 മണിക്കൂറിൽ 75 മണിക്കൂറാണ്. സോ ഇൻറ്റു 15000. ക്ലയൻറ്റ് സർവീസിങ് 150 മണിക്കൂറിൽ 30 ഹവറാണ്. സോ ഇൻറ്റു 13500. അപ്പോൾ ടോട്ടൽ കിട്ടിയില്ലേ, മെറ്റീരിയലിൻ്റെയും ലേബറിൻ്റെയും ടോട്ടൽ കിട്ടിയില്ലേ. അപ്പോൾ പ്രൈം കോസ്റ്റായി. ഇനി അവർ പറയുകയാണെന്ത്, പ്രൊഡക്ഷൻ ഓവർ ഹെഡ് പ്രൈം കോസ്റ്റിൻ്റെ എത്ര ശതമാനം, 40%. ഇതല്ലേ പ്രൈം കോസ്റ്റ്, ഇതിന് 40% ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് കിട്ടും. ആഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ദെൻ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ എത്രയാണ്, 20%. അതായത് ഇതിൻ്റെ 20%. സോ ആഡ് ചെയ്തു, കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടി. ദെൻ അവരെന്ത് പറയുകയാണ്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20%. കൊട്ടേഷൻ പ്രൈസിൻ്റെ 20%. കൊട്ടേഷൻ പ്രൈസ് 100 ആണെങ്കിൽ പ്രോഫിറ്റ് 20, കോസ്റ്റ് എത്ര, 80. അപ്പോൾ ഈ കിട്ടിയത് 80 ആണ്. സോ 80 × 20 ചെയ്താൽ പ്രോഫിറ്റ് കിട്ടൂലേ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ കൊട്ടേഷൻ പ്രൈസ് അല്ലെങ്കിൽ സെയിൽ പ്രൈസ് കിട്ടിയില്ലേ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് ഇപ്പം ഈ കഴിഞ്ഞ അറ്റംപ്റ്റിൽ മോസ്റ്റ്ലി എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള ഐഡിയ ആർക്കും ഉണ്ടായിരുന്നില്ല. സോ ബേസിക്കലി ഈ ചാപ്റ്ററിൻ്റെ ഒരു കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി, അതായത് കൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിച്ച ആൾക്കാർക്ക് ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. പക്ഷേ അല്ലാതെ ജസ്റ്റ് ഫോർമാറ്റ് മാത്രം പഠിച്ചിട്ട് പോയ ആൾക്കാരെ സംബന്ധിച്ച് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൺസെപ്റ്റ് അറിയണം, മെറ്റീരിയൽ എടുക്കണം, ലേബർ എടുക്കണം, അപ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടുമെന്നും പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്യുമ്പോൾ ഫാക്ടറി കോസ്റ്റ് കിട്ടുമെന്നും അതുപോലെ ബാക്കിയുള്ള അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുമെന്നും സെല്ലിംഗ് ചെയ്യുമ്പോഴത്തെ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടുമെന്നൊക്കെ കൺസെപ്റ്റ് അറിയുന്നവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് മെറ്റീരിയൽ എന്നും എന്തൊക്കെയാണ് അതിൽ ലേബർ വരുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ കൺസെപ്റ്റ് അറിയണം. സോ ഈ ക്വസ്റ്റ്യൻ തീർത്തും ഡിഫറെൻ്റ് ആയിരുന്നു മുമ്പത്തുള്ളതിനേക്കാളും. സോ അതുകൊണ്ട് പലരും ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തു എന്ന് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇതുവരെ പഠിച്ച മോഡലിൽ നിന്ന് എക്സാക്റ്റ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ചെയ്ത് നോക്കുക. ഇതിനകത്ത് മെറ്റീരിയൽസ് 4 എണ്ണമാണ് വരുന്നത്, ലേബർ 4 എണ്ണമാണ് വരുന്നത്. അത് ആഡ് ചെയ്യുമ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടും. ദെൻ ബാക്കിയെല്ലാം എല്ലാത്തിൻ്റെ പ്രൈമിൻ്റെ എത്ര പെർസെൻറ്റേജ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഇത്ര പെർസെൻറ്റേജ് എന്നൊക്കെ ഉള്ളതാണ്. വളരെ സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയുള്ളട നമുക്ക് ഈ പറഞ്ഞ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട്. കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാറ്. ഏകദേശം ഒരു 12 ക്വസ്റ്റ്യൻസോ മറ്റോ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇത് നന്നായിട്ട് ചെയ്ത് നോക്കുക. ഞാൻ എഗെയിൻ പറയുകയാണ്, അപ്പോൾ ഇതോടുകൂടി ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇതിന് വേണ്ട MCQ കാര്യങ്ങളൊക്കെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു വിചാരിക്കുന്നു. നിങ്ങളതെല്ലാം എഴുതിയെടുക്കുക. ഏകദേശം ഒരു 40 മുതൽ 50 MCQ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, അത് പഠിക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എഗെയിൻ ഞാൻ പറയുകയാണ്, എല്ലാ അറ്റംപ്റ്റിലും 12 മാർക്ക് ഡിസ്ക്രിപ്റ്റീവിലും 6 മാർക്ക് MCQയിലും അങ്ങനെ ടോട്ടൽ 18 മാർക്ക് വെയിറ്റേജുള്ളൊരു ചാപ്റ്ററാണിത്. അതിൽ 7 മാർക്ക് ഈ കോസ്റ്റ് ഷീറ്റാണ് ചോദിക്കുന്നത്, ബാക്കി 5 മാർക്ക് മറ്റേ നമ്മുടെ തിയറിയാണ് ചോദിക്കുന്നത്, അതിൻ്റെ 6 മാർക്ക് MCQ ആണ് ചോദിക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആൻഡ് റിലവൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അതുപോലെ അപ്പോൾ 18 മാർക്ക് ഇവിടെ തന്നെ നമുക്ക് സ്കോർ ആവും. അതുപോലെ കോൺട്രാക്ട് കോസ്റ്റിംഗ് പഠിച്ചാൽ 7 മാർക്ക് സ്കോർ ആവും. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പഠിച്ചാൽ 12 മാർക്ക് സ്കോർ ആവും. സോ നമുക്ക് ടോട്ടൽ 37 മാർക്ക് ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഷുവറായിട്ട് കിട്ടും. ഇനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന് നമുക്ക് പഠിക്കാൻ 7 ചാപ്റ്റർ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ 7 ചാപ്റ്ററും കൂടി നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 7-8 ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. 8 ചാപ്റ്റർ പഠിക്കാണ്ട്. ആ 8 ചാപ്റ്ററും കൂടി പഠിക്കുമ്പോൾ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് മനസ്സിലാക്കി അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് എത്രയും വേഗം ഇടാനായിട്ട് ശ്രമിക്കാം. നിങ്ങളും മാക്സിമം ഇതിനോടൊപ്പം കണ്ടു തീർക്കുക. പെൻഡിങ് ഒന്നും വെക്കാതിരിക്കുക കേട്ടോ. നോട്ടൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാനിപ്പം സിമിലർ ക്വസ്റ്റ്യൻസ് ആണ് അങ്ങനെ വീണ്ടും ഡിസ്കസ് ചെയ്യാത്തത്. നിങ്ങൾക്ക് അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പം സിമിലറായിട്ട് പ്രീവിയസ് ഇയറിലൊക്കെ അതുപോലെ വരുമ്പോൾ നമ്മൾ എമൗണ്ട് പോലും മാറ്റില്ല. സോ വീണ്ടും പറഞ്ഞ് ലെങ്തി ആക്കേണ്ട വെച്ചിട്ടാണ് ഞാനത് ക്വസ്റ്റ്യൻ കാണിച്ച് ആൻസർ റെഫർ ചെയ്ത് വിടുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ. ലെങ്തിയാണ് ഈ ചാപ്റ്റർ, അതുകൊണ്ടാണ് 3 പാർട്ടായിട്ട് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഒക്കെ നമുക്ക് നോക്കാം. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 5 ചാപ്റ്ററോ മറ്റോ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ചാപ്റ്റേഴ്സ് നോക്കാനുണ്ട്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ.